രാജ്യത്തെ ഏറ്റവും പുതിയ ചർച്ചാ വിഷയങ്ങളിലൊന്നാണ് E20 പെട്രോൾ. 2030 പൂർണ്ണമായും E20 പെട്രോളിലേക്ക് മാറാൻ ലക്ഷ്യമിട്ട രാജ്യം കഴിഞ്ഞ ഏപ്രിലോടെ പൂർണ്ണമായും 20% എഥനോൾ കലർന്ന പെട്രോളിലേക്ക് മാറിയിരിക്കുന്നു. ഇന്ധനക്ഷമതയിൽ കുറവുണ്ടാകുമെന്ന് നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും മൈലേജിലുണ്ടായ കാര്യമായ കുറവ് നമ്മുടെയൊക്കെയും അനുഭവത്തിൽ ഇപ്പോഴുണ്ടാകും. ഇപ്പോൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്നെ സമ്മതിച്ചു, മൈലേജ് കുറയുന്നുണ്ട്. പക്ഷേ പരിസ്ഥിതിക്കും സമ്പദ് വ്യവസ്ഥയ്ക്കുമുള്ള നേട്ടങ്ങൾ പരിഗണിച്ച് ആ മൈലേജിലെ നഷ്ടം കോംപ്രമൈസ് ചെയ്യണമെന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ മൈലേജ് മാത്രമല്ല പ്രശ്നം. 2023 മുൻപ് നിർമ്മിച്ച വാഹനങ്ങളൊന്നും ഈ പെട്രോളിനെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളതല്ല. അത് വാഹനങ്ങളുടെ എഞ്ചിൻ പാർട്സിനെയൊക്കെ പ്രവർത്തനത്തെയൊക്കെ കാര്യമായി ബാധിച്ചു തുടങ്ങിയെന്നാണ് പല വാഹന ഉടമകളും പറയുന്നത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ ഒന്ന് ചോദിച്ചാൽ അവരും ഇത് ശരിവെക്കും. അതായത് മൈലേജ് കുറയുന്നു, പെട്രോളിന്റെ വില കുറയുന്നില്ല, വണ്ടിക്ക് കേടുപാടുകളുണ്ട്. അതായത് നഷ്ടം നമുക്കും ലാഭം സർക്കാരിനും. ഇത്രയേറെ കോംപ്രമൈസുകൾ ചെയ്ത് ഇത്ര വേഗം E20 പെട്രോളിലേക്ക് മാറിയത് എന്തിനാണ്? അവിടെയാണ് പ്രതിപക്ഷമടക്കം നിതിൻ ഗഡ്കരിയുടെ കുടുംബ ബിസിനസ്സിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അതിവേഗമുള്ള ഈ മാറ്റത്തിൽ ലാഭമാർക്കാണ്? സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. വിവിധ മേഖലകളിൽ നിന്ന് ഈ ഓട്ടോമോട്ടീവ് രംഗവുമായി ബന്ധമുള്ള നിരവധി പേർ നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റായ സെന്തിൽ നായർ, റോയൽ ഡ്രൈവ് എന്ന പ്രീ ഓൺഡ് കാർ ഷോറൂമുകളുടെ MD ആയ ശ്രീ മുജീബ് റഹ്മാൻ, ഡെപ്യൂട്ടി ഡയറക്ടർ SIRST ശ്രീ KG ദിലീപ് കുമാർ എന്നിവരൊക്കെ ഈ ചർച്ചയിൽ നമുക്കൊപ്പം പങ്കുചേരുന്നുണ്ട്. ഒപ്പം സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ CR നീലകണ്ഠനും BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസും. ആദ്യം ശ്രീ CR നീലകണ്ഠൻ, നമുക്ക് മുന്നിലേക്ക് പരിസ്ഥിതി സൗഹൃദമായ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സ്വയം പര്യാപ്തമാകുന്ന വിധത്തിലേക്കുള്ള ഒരു ഓപ്ഷൻ എന്ന നിലയ്ക്കാണ് E20 പെട്രോൾ എന്നത് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നമുക്കറിയാം 2001 തൊട്ട് ആലോചന തുടങ്ങി, 2003 തൊട്ട് ഇതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. E5, E10, ഇപ്പോൾ E20. ഇപ്പോൾ അതിവേഗം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ അതിവേഗം 5 വർഷം മുൻകൂട്ടി, നമ്മൾ സാധാരണ എപ്പോഴും പിറകിലാണ് പോകുന്നത്, 5 വർഷം നേരത്തെ കൂട്ടി നമ്മൾ ഈ ലക്ഷ്യം നിറവേറ്റി കഴിയുമ്പോഴാണ് അതിന് പിന്നിൽ എന്താണ് ലക്ഷ്യമെന്ന സംശയങ്ങൾ ഉയരുന്നത്. പരിസ്ഥിതി സൗഹൃദം എന്ന ഒരു ബ്രാക്കറ്റിനുള്ളിൽ ഒതുക്കാവുന്നതാണോ ഈ മാറ്റം? ഒരു കാരണവശാലും ഇത് പരിസ്ഥിതി സൗഹൃദം എന്നൊരു വാക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വളരെ പുറമേക്ക് പരിസ്ഥിതി സൗഹൃദമാണ്, അങ്ങനെയാണ്, ഇത് മറ്റ് പെട്രോൾ കുറവാണ്, വിദേശ നാണ്യ ലാഭമുണ്ട് തുടങ്ങിയ വാദങ്ങളൊക്കെ വളരെ പുറമേക്ക് പറയുന്ന കാര്യമാണ്. പക്ഷേ ഇന്ത്യ പോലൊരു രാജ്യത്ത്, ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്നും ലോകത്ത് ഹങ്കർ ഇൻഡെക്സിൽ 103ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. 103ാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 126 രാജ്യങ്ങളിൽ 103ാമത്തെ. ഇപ്പോഴും 25% ആളുകൾ പട്ടിണി കിടക്കുന്നവരാണ് എന്ന് ഔദ്യോഗികമായി തന്നെ കണക്കുണ്ട്. ഭക്ഷ്യധാന്യത്തിൽ പ്രശ്നമുണ്ട്. നമ്മൾ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വലിയ തോതിൽ നമ്മുടെ ഉൽപ്പാദനം കൂട്ടിയിട്ടുണ്ട്. ബഫർ സ്റ്റോക്കുകൾ നമുക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒരു വാസ്തവമാണ്. പക്ഷേ നമ്മളിതിനെ ഭാവിയാൽ കൂടി കാണണം. ഒന്ന്, ഇങ്ങനെ ചെയ്യുമ്പോൾ ഭക്ഷ്യധാന്യം, പ്രത്യേകിച്ചും അരി, ഗോതമ്പ്, അതുപോലെ കരിമ്പ്, ഈ 3 സാധനവും, പ്രത്യേകിച്ചും അരിയും ഗോതമ്പും, മാർക്കറ്റിൽ നിന്ന് വലിയ തോതിൽ ഈ ഭീമൻ കമ്പനികളിലേക്ക് പോകും. അവർ തന്നെ അതിൻ്റെ മൊത്തം, കാരണം ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നവനെ കൊടുക്കാൻ കഴിയുന്ന വിലയുടെ 10 ഇരട്ടി വേണമെങ്കിൽ ഒരു കമ്പനിക്ക് കൊടുക്കാം. കാരണം 15 കിലോയിൽ നിന്ന് അല്ലെങ്കിൽ 25 കിലോയിൽ നിന്ന് ഏതാണ്ട് 14 ലിറ്റർ എത്തനോൾ കിട്ടുമെന്നാണ് കണക്ക്. ഞാനതിൻ്റെ എല്ലാ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും. എന്ന് പറഞ്ഞാൽ 25 കിലോ ഇവർക്ക് ഏത് വിലയ്ക്ക് വേണമെങ്കിൽ വാങ്ങാം. പക്ഷേ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് കിട്ടുക എന്നുള്ളത് പ്രശ്നമാണ്. രണ്ടാമത്തെ വിഷയം, ഇവരിത് വലിയ തോതിൽ ഇനിയിപ്പോൾ കൃഷി വ്യാവസായികവൽക്കരിക്കുക. നമുക്കറിയാം മക്ഡൊണാൾഡ് മുതൽ പെപ്സി വരെയുള്ള കമ്പനികൾ എങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് കൃഷിയെയും തക്കാളി കൃഷിയെയും വലിയ തോതിൽ നശിപ്പിച്ചത് എന്ന്. കാരണം അവർ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷിയെയും, കാരണം അവർക്ക് ഇപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നത്തില്ല. അവർക്ക് ഈ ഭൂമി കൊടുത്ത് ചെറിയൊരു പാട്ടത്തുക കിട്ടിയാൽ മതി, കർഷകരുടെ ഇത് വാങ്ങും, എന്നിട്ട് വലിയ തോതിൽ കൃഷി ചെയ്യും. ഇത് ഭക്ഷ്യോൽപാദനമല്ലാത്തത് കൊണ്ട് ഇതിന് GM പോലെയുള്ള സംഗതികളിലേക്ക് ഇത് ഈസി ആയിട്ട് പോവാം. GM പോലെയുള്ള സംഗതികളിലേക്ക് ഇത് പോയാൽ ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദനത്തിന് കൃത്യമായും GM നിയമമുണ്ട്. അത് വേണമെങ്കിൽ ഇപ്പോൾ മാറാം.
നമുക്കറിയാം BT കോട്ടൻ്റെയൊക്കെ വിഷയത്തിൽ അല്ലെങ്കിൽ വഴുതനങ്ങയുടെ വിഷയത്തിലൊക്കെ വലിയ സമരം നടന്നതല്ല. പക്ഷേ ഈ ഭക്ഷ്യോൽപാദനമല്ല, എത്തനോളിന് ഉൽപ്പാദനമാണെങ്കിൽ അതിൽ ആരും അത്ര ഗൗരവമായിട്ട് എടുക്കാൻ പോകുന്നില്ല. മൂന്നാമത്തെ വിഷയം, ഏറ്റവും കൂടുതൽ ഇത് വലിയ ലാർജ് സ്കെയിലിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ വലിയ തോതിൽ വെള്ളം ആവശ്യമായ കൃഷികളാണ് കരിമ്പായാലും നെല്ലായാലും ഇതായാലും. അപ്പോൾ വലിയ തോതിൽ വരൾച്ച നമ്മുടെ രാജ്യത്തുണ്ടാവും. ആറിഡ് ലാൻഡുകളാണ് ഇതിന് വരാൻ സാധ്യതയില്ല. അപ്പോൾ ജലസേചനത്തിൻ്റെ മുൻഗണന ഇവർക്കായിരിക്കും, ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിനായിരിക്കില്ല. കാരണം ഇവർ അപ്പർ ഹാൻഡാണ്, ഇവർക്ക് പൈസ കൊടുക്കാം, ഇവർക്ക് എല്ലാം ചെയ്യാൻ പറ്റും. നാലാമത്തെ വിഷയം, കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്നത് വളരെ ഗൗരവതരമായി ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ബാധിച്ചിരിക്കുന്നു. കാലാവസ്ഥ മാറ്റമല്ല, ഇപ്പോൾ അതൊരു ചലഞ്ചായി വന്നിരിക്കുന്നു. കാലാവസ്ഥ ഇപ്പോൾ എൽനിനോ പോലെയുള്ള ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയിൽ വലിയ നാശമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ ജനസംഖ്യ 2050 ആകുമ്പോഴേക്കും ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 170 കോടിയാവും. ഇന്നുള്ള ഉൽപ്പാദനം 35.4 കോടി ധാന്യമാണെങ്കിൽ അന്ന് 48 കോടി ടൺ ധാന്യം ആവശ്യമായി വരും. ഇന്ന് 35.4 കോടി ടണ്ണാണെങ്കിൽ 48 കോടി ടൺ. ഈ ഉൽപ്പാദനം കൂട്ടണമെങ്കിൽ, ഇത് ഭക്ഷണത്തിന് മാത്രമുള്ള കാര്യം ഞാനീ പറയണേ, ഭക്ഷണത്തിന് മാത്രമുള്ളത് കൂട്ടണമെങ്കിൽ അതിന് ശേഷം വേണം നമുക്ക് ഈ പറഞ്ഞ എത്തനോൾ ഉണ്ടാക്കാനും വലിയ ലാർജ് സ്കെയിലിൽ. ഇപ്പം എത്തനോൾ 20 എന്ന് പറഞ്ഞാൽ എത്തനോൾ 100 ആണ് നിതിൻ ഗഡ്കരിയുടെ ലക്ഷ്യം എന്നാണ് പറയണത്. എത്തനോൾ 100, 93 to 95% എത്തനോളുള്ള പെട്രോളാണ് എൻ്റെ കിനാശ്ശേരി എന്നാണ് പറയണത്. ആയിക്കോട്ടെ, അങ്ങനെ വരുമ്പോൾ എത്രയായിരിക്കും ഇതിനു വേണ്ടി നമ്മുടെ ഭൂമി ഉപയോഗിക്കപ്പെടുന്നത്, വെള്ളം ഉപയോഗിക്കപ്പെടുന്നത്? ഇത് നമ്മുടെ ജൈവ വൈവിധ്യത്തെ എത്ര ബാധിക്കും? ഇത് നമ്മുടെ ഭക്ഷ്യലഭ്യതയെ എത്ര ബാധിക്കും? ഒരു പഠനവും നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടില്ല. കാരണം ഇത്തരം വൻകിട കമ്പനികൾക്ക്, ഞാൻ ഇതിലെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പം നിതിൻ ഗഡ്കരിയുടെ മകൻ്റെ സിയാൻ എന്ന് പറയുന്ന കമ്പനി ഒരു വർഷം കൊണ്ട് 1500% അവരുടെ ഷെയർ വാല്യൂ ഉയർന്നത്, ഒറ്റ വർഷം കൊണ്ട് അവരുടെ മൂലധനം ഉയർന്നത്. ഒരു കമ്പനി മൂലധനം ഉയരുന്നതിന് തെറ്റില്ല, പക്ഷേ അതൊക്കെ ഭരണകൂടത്തിൻ്റെ സഹായത്തോടു കൂടി ചില കാര്യങ്ങൾ മുമ്പിൽ വയ്ക്കുമ്പോൾ, ഇപ്പോൾ ഇന്ത്യയിൽ എത്തനോൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്, ആ കമ്പനിക്ക് എല്ലാ സൗകര്യങ്ങളും കേന്ദ്ര സർക്കാർ കിട്ടും. ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെ മകൻ്റെ കമ്പനിയാണ്, നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ. അങ്ങനെ വരുമ്പോൾ അതിനുവേണ്ടി വലിയ തോതിൽ ഇളവുകൾ കിട്ടുമെന്നും നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ പരിസ്ഥിതി, ഇന്ത്യയുടെ ജലലഭ്യത, ഭക്ഷ്യലഭ്യത, ജൈവ വൈവിധ്യം, ഇത്രയും കാര്യങ്ങൾ, ഇപ്പോൾ വേണമെങ്കിൽ വനം വെട്ടി, ഇപ്പോൾ വന നിയമത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്. വനം വെട്ടി നിങ്ങൾക്ക് തോട്ടം ഉണ്ടാക്കാം. വനം വെട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സിയാനോ വേറെ ഏതെങ്കിലും കമ്പനിക്കോ വേണമെങ്കിൽ ഭക്ഷ്യധാന്യം കൃഷി ചെയ്യാം. കൃഷി ചെയ്താൽ, കാരണം ഭക്ഷ്യധാന്യം കൃഷി ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി പറയാം, വനമൊക്കെ കെട്ടിയാലും വേറെ എവിടെ വെട്ടിയാലും നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ, ഭക്ഷ്യധാന്യത്തിൻ്റെ കാര്യത്തിൽ ഒരു ക്രൈസിസ് ഇട്ടുകൊണ്ട് ഇത് ആർക്ക് ലാഭം എന്ന് ചോദിച്ചാൽ ഏറ്റവും ദരിദ്രരായ മനുഷ്യൻ്റെ പട്ടിണിയിലേക്കും കാലാവസ്ഥ മാറ്റത്തിൻ്റെ ദുരന്തത്തിലേക്കും നയിക്കും എന്നതുകൊണ്ടാണ് നമ്മളിതിൻ്റെ സാങ്കേതിക വിദ്യ ഒന്നും അല്ല തീർക്കണേ. അപ്പോൾ എങ്ങനെ ഇത് കണ്ടെത്തും എന്ന്, ഇതിന് എത്ര ധാന്യം കൂടുതൽ വേണം, എത്ര ധാന്യം ഇന്ത്യ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും, ഈ കാലാവസ്ഥ മാറ്റം വന്നാൽ എങ്ങനെ നമ്മൾ ബഫർ സ്റ്റോക്ക് സൂക്ഷിക്കും, ഇത്തരം കാര്യങ്ങൾ, ഇത് ജൈവ വൈവിധ്യത്തെ എങ്ങനെ ബാധിക്കും, GM പോലെയുള്ള സാധനങ്ങൾ ഇതിലേക്ക് വരുമോ, ഇങ്ങനെ 100 കണക്കിന് ചോദ്യങ്ങൾ ഇത് സംബന്ധിച്ച് നമ്മുടെ മനസ്സിലുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. ആകെ മറുപടി പറയുന്നത് വിദേശ നാണ്യ ലാഭം ഉണ്ടാവും. വിദേശ നാണ്യ ലാഭം ഉണ്ടായാൽ സാധാരണ മനുഷ്യർ പട്ടിണി കിടക്കുന്നവന് എന്താ ഗുണം? ഒരു ഗുണമില്ല. അത് ആർക്കാ ഗുണം? ഒരു പക്ഷേ വൻകിട കോർപ്പറേറ്റുകൾക്ക് അവർക്ക് കൂടുതൽ വിദേശ നാണ്യം വെച്ച് അവരുടെ മൂലധനം വർദ്ധിപ്പിക്കാം. മറ്റു പല സാധ്യതകൾ അവർക്കുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ അവരുടെ ഇംപ്രഷൻ കൂട്ടാം. ഇതൊക്കെ ശരിയാണ്, അതൊന്നും മോശമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഗാന്ധി പറഞ്ഞതാണ്, മഹാത്മാഗാന്ധി ഇപ്പോഴും നമ്മൾ രാഷ്ട്രപിതാവായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ അവസാനം പറഞ്ഞ കാര്യം, നിങ്ങളൊരു നയം തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ കൺമുൻപിൽ കാണാവുന്ന ഏറ്റവും ദരിദ്രനും ദുർബലനും പട്ടിണിക്കാരനുമായ മനുഷ്യൻ്റെ മുഖം ഓർക്കുക. അയാൾക്ക് ഗുണകരമാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഇത് വാഹനത്തിനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, മറ്റ് നിരവധി പ്രശ്നങ്ങളുണ്ട്, അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല, അതിൻ്റെ വിദഗ്ധരുള്ളതുകൊണ്ട് അത് പറയട്ടെ. പക്ഷേ ഇതൊരു മന്ത്രിയുടെ മകൻ്റെ കമ്പനിക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അത് എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നു. കാരണം അവർക്ക് വലിയ അധികാരങ്ങളുണ്ട്, വലിയ പ്രഷർ ഇടാൻ പറ്റും. അതുകൊണ്ട് എല്ലാ നിയമവും അവർക്ക് ഫ്ലൗട്ട് ചെയ്യാൻ പറ്റും. ഒരു നിയമമില്ല, ഏത് നിയമവും മാറ്റാം, ആ നിയമം അതിനനുസരിച്ച് വരും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ പട്ടിണി നിലവാരം കൂടാനാണ് സാധ്യത, കുറയാനല്ല എന്നാണ്. അതാണ് എൻ്റെ ഇതിലുള്ള ആദ്യത്തെ കൺസേൺ. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ഒരുപാട് ആരോപണങ്ങളല്ല, ഒരുപാട് സംശയങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. അതിനൊക്കെ നമുക്ക് ചുരുക്കി ഒരു ഘടകത്തിലേക്ക് കൊണ്ടുവരാം. ശരിയാണ്, വിദേശ നാണ്യ വിനിമയത്തിൽ നമുക്ക് വലിയ നേട്ടമുണ്ടാകാൻ കഴിയും, നമുക്ക് സെൽഫ് റിലയൻ്റ് ആവാൻ പറ്റും. ഇപ്പോഴത്തെ ആഗോള സാഹചര്യത്തിലൊക്കെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാർബൺ എമിഷൻ കുറയ്ക്കാൻ കഴിയും. ഇതൊക്കെ ശരി, സമ്മതിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു വലിയ ട്രാൻസിഷൻ ഉണ്ടാകുമ്പോൾ 2023 മുൻപ് നിർമ്മിച്ച വാഹനങ്ങൾക്ക്
മുഴുവൻ ഇത് പ്രായോഗികമായി ചേരുന്നതല്ല ഈ പെട്രോൾ എന്ന അറിയാവും എന്നിരിക്കെ ഒരു ട്രാൻസിഷൻ, ഇങ്ങനെ ഒരു മാറ്റം കൈകാര്യം ചെയ്യാൻ എന്ത് നടപടിയാണ് സർക്കാർ കൈക്കൊണ്ടത്? ഈ എല്ലാ സമയത്തും നമ്മൾ ഗോളുകൾ പെട്ടെന്ന് നേടുക എന്ന് പറയുന്നത്, നമ്മൾ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾ പെട്ടെന്ന് അച്ചീവ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഇതിലൊരു അനാവശ്യ ധൃതി അല്ലെങ്കിൽ അസാധാരണമായ ധൃതി ഉണ്ടായതിനെ തുടർന്നാണല്ലോ ഈ സംശയങ്ങൾ ഉണ്ടാവുന്നത്. അതിനെന്താണ് മറുപടി? നോക്കൂ, ആദ്യമേ തന്നെ പറയട്ടെ, കേവലം സംശയങ്ങളല്ല, 100% ദുരുദ്ദേശപരമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ തന്നെയാണ് ശ്രീ CR നീലകണ്ഠൻ ഈ ചർച്ചയിൽ ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു പരിസ്ഥിതി സ്നേഹിയും പരിസ്ഥിതി പ്രവർത്തകനുമാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ മേൽവിലാസം. പക്ഷെ അദ്ദേഹത്തിന്റെ കേന്ദ്ര സർക്കാർ വിരുദ്ധത അദ്ദേഹത്തിന്റെ പരിസ്ഥിതി പ്രകൃതി സ്നേഹത്തെ പോലും ഓവർറൈഡ് ചെയ്യാണ്. പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താലും വേണ്ടില്ല, പരിസ്ഥിതിക്ക് ഗുണം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, കേന്ദ്ര സർക്കാരിനെ അകാരണമായി വിമർശിച്ചാൽ മതി എന്ന മനോഭാവത്തിലേക്ക് ഇത്തരം ആളുകൾ വന്നു ചേരുന്നത് വളരെ ദൗർഭാഗ്യകരമാണെന്ന് എനിക്ക് ആദ്യമേ പറയാനുണ്ട്. അദ്ദേഹം നിതിൻ ഗഡ്കരിയുടെ മകന്റെ കാര്യമൊക്കെ ഈ ചർച്ചയിൽ അനാവശ്യമായിട്ട് ഉന്നയിക്കുന്നത് കേട്ടു. നോക്കൂ, നിതിൻ ഗഡ്കരിയുടെ മകനാണോ ഈ പറയുന്ന ഇന്ത്യയിൽ എത്തനോൾ നിർമ്മാണത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരാള്? എത്തനോൾ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ലാഭം ഉണ്ടായിട്ടുണ്ട്. ഈ ഇന്ത്യയിലുള്ള ഈ പറയുന്ന എത്തനോൾ കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷുഗർ മിൽസ് എടുത്തു കഴിഞ്ഞാൽ, മഹാരാഷ്ട്ര, കർണാടക, ഉത്തർപ്രദേശ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ ഈ പറയുന്ന ഷുഗർ മില്ലുകളുടെ 50% കൈയാളുന്നത് കോൺഗ്രസിന്റെ NCPD നേതാക്കന്മാരാണ്. ഇപ്പോ മഹാരാഷ്ട്രയിൽ ആകെ 202 മില്ലുള്ളതിലെ 190 എണ്ണവും പ്രൈവറ്റ് മില്ലുകളാണ്. അതിന്റെ പകുതിയോളം കൈകാര്യം ചെയ്യുന്നത് കോൺഗ്രസിന്റെ NCPD നേതാക്കളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷുഗർ ബാരൻ എന്ന് പറയുന്നത് ശരത് പവാർ ഫാമിലിയാണ്. ശരത് പവാർ ഫാമിലിക്ക് 458 TDP പ്രൊഡക്ഷൻ ആണ് ഒരു വർഷം ഉള്ളത്. ഏറ്റവും വലിയ ഷുഗർ ബാരനാണ്. അത് INDA മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആളല്ലേ. വിലാസ്റാവു ദേശ്മുഖാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ ഈ പറയുന്ന ഷുഗർ മില്ലിന്റെ ഉടമസ്ഥൻ. അതേപോലെ തന്നെ ജയന്ത് പാട്ടീൽ. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു ലേഖനം വായിച്ചിരുന്നു, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നിതിൻ ഗഡ്കരിയെ രാഷ്ട്രീയമായി വിമർശിക്കാത്തത്? കാരണം ഈ മഹാരാഷ്ട്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷികളിലൊന്നാണ് കരിമ്പ് കൃഷി എന്ന് പറയുന്നത്. ഷുഗർ ഇൻഡസ്ട്രി മഹാരാഷ്ട്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയാണ്. അതിൽ അവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും, അവിടെ നിക്ഷേപം നടത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഗുണമുണ്ടാവും. നിതിൻ ഗഡ്കരിയുടെ മകന്റെ ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത് 0.07% മാത്രമാണ്. അത് ഈ പറയുന്ന എത്തനോൾ പോളിസിക്ക് ശേഷം ആരംഭിച്ചിട്ടുള്ള കമ്പനിയല്ല, അതിനേക്കാൾ മുൻപേയുള്ള കമ്പനിയാണ്. ഇന്ത്യയിൽ ഈ പറയുന്ന എത്തനോൾ ബ്ലെൻഡിംഗ് പോളിസി ഇപ്പൊ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ആരംഭിച്ചാണോ? അവിടെ തന്നെ ഈ ചർച്ച തെറ്റായിട്ടുള്ള ദിശയിലാണ് സഞ്ചരിക്കുന്നത്. കാരണം വളരെ പെട്ടെന്ന് തിരക്ക് കൂട്ടിയിട്ട് എന്തോ പുതിയ നയം നടപ്പാക്കിയെന്നാണ് പറയുന്നത്. ഇത് 20 വർഷത്തിലേറെ പഴക്കമുള്ള നയമല്ലേ? ഇന്ത്യയിൽ ഈ പറയുന്ന എത്തനോൾ ബ്ലെൻഡിംഗ് പോളിസി ആദ്യമായി പ്രഖ്യാപിക്കുന്നത് 2001-ലാണ്. അതിനുശേഷം 2004 പൈലറ്റ് പ്രോജക്ട് അനൗൺസ് ചെയ്തു. ഫോർമലി ആ പ്രോജക്ട് അനൗൺസ് ചെയ്തു. 5% എത്തനോൾ ബ്ലെൻഡിങ്ങിന്റെ പോളിസി 2004 ആരംഭിച്ചു. 2006 UPA സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് E5 പ്രോഗ്രാം റോൾ ഔട്ട് ചെയ്തത്. 10 സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറികളിലും 5% ബ്ലെൻഡിംഗ് നടത്താൻ പറഞ്ഞ് ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തുകൊണ്ട് 2006 പ്രഖ്യാപിച്ചു. 2013 ജനുവരി മാസത്തിൽ, അപ്പോഴും UPA സർക്കാരാണ് ഭരണത്തിലിരിക്കുന്നത്, അപ്പോഴാണ് ഇത് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത് ഈ പോളിസി. പക്ഷെ ആ പോളിസി മുന്നോട്ട് പോയിട്ടില്ല. ഇത് ഒരേ സമയം രാജ്യത്തിന്റെ എന്താ പറയുക, ഈ ഫോറിൻ റെമിറ്റൻസ് കുറയ്ക്കുന്നത് മാത്രമല്ല, ഇത് ഒരേ സമയത്ത് രാജ്യത്തിന്റെ എനർജി സെക്യൂരിറ്റിയെ വർദ്ധിപ്പിക്കുന്നതും അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ചിനെ സംരക്ഷിക്കുന്നതും അതേ സമയത്ത് കർഷകരുടെ വരുമാനത്തെ വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള പദ്ധതിയാണ്. ഇതിന്റെ അന്തിമ ഗുണഭോക്താവ് ആരാണ്? 20% നമ്മൾ ഇന്ത്യയിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന എത്തനോള് ഈ പറയുന്ന പെട്രോളിൽ ബ്ലെൻഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ പുറമേ നിന്നുള്ള ഇറക്കുമതിയുടെ ആശ്രയം കുറയുകയും ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നത്തിന് കൂടുതൽ മാർക്കറ്റ് ഉണ്ടാവുകയാണ് ചെയ്യുക. അതിന്റെ ഒറ്റ കണക്കിന് മാത്രം ഞാൻ പറയാം. നോക്കൂ, 1.66 ലക്ഷം കോടി രൂപയുടെ അധിക വരുമാനമാണ് ഈ എത്തനോൾ ബ്ലെൻഡിംഗ് പോളിസി കൊണ്ട് ഇന്ത്യയിലെ കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത്. സാധാരണക്കാരായിട്ടുള്ള ഈ പറയുന്ന കരിമ്പ് കർഷകർക്ക്, മെയ്സ് കൃഷി ചെയ്യുന്നവർക്ക്, സർപ്ലസ് ഗ്രെയിൻസിന്റെ കൃഷി നടത്തുന്ന ആളുകൾക്ക്, അവർക്ക് കൃഷിയിൽ നിന്ന് വരുമാനം ഇല്ലാണ്ട് കൊലക്കയറിൽ തൂങ്ങേണ്ട അവസ്ഥയിൽ നിന്ന് അവർ രക്ഷിച്ച 1.66 ലക്ഷം കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായി. ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റെമിറ്റൻസിൽ 1.97 ലക്ഷം കോടി രൂപയുടെ കുറവുണ്ടായി. അതായത് നമുക്ക് അത്രയും പണം ലാഭിക്കാൻ സാധിച്ചു. ഇത് ഇന്ത്യയുടെ എന്താ പറയാ കരുതൽ ധനത്തിനെ അല്ലേ വർദ്ധിപ്പിക്കുന്നത്? അതുകൊണ്ട് നാട്ടുകാർക്കൊന്നും ഒരു ഗുണമില്ല എന്നൊക്കെ എത്ര നിരുത്തരവാദിത്തപരമായിട്ടാണ് പറയുന്നത്. അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകനാണല്ലോ. നോക്കൂ, 952 ലക്ഷം മെട്രിക് ടണ്ണിന്റെ കാർബൺ എമിഷനാണ് നമ്മൾ കുറച്ചത്. അതായത് 1000 ലക്ഷം മെട്രിക് ടൺ കാർബൺ എമിഷൻ കുറയ്ക്കാൻ ഈ എത്തനോൾ ബ്ലെൻഡിംഗ് കൊണ്ട് സാധിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊല്യൂഷന്റെ ഏറ്റവും വലിയ സ്രോതസ്സാണ് ഈ പറയുന്ന വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന കാർബൺ എമിഷൻ എന്ന് പറയുന്നത്. അതിൽ ഇത്രയും വലിയ കുറവ് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. അതേപോലെ തന്നെ 316 ലക്ഷം മെട്രിക് ടൺ ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി നമുക്ക് വേണ്ടെന്ന് വെക്കാൻ സാധിച്ചു. നമുക്കറിയാം, ഈ പറയുന്ന ഈ ഇറാൻ യുദ്ധമൊക്കെ ഉണ്ടായ സമയത്ത് 90% പുറത്തു നിന്നുള്ള പെട്രോളിയം
ഗ്യാസോലിൻ ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു രാജ്യത്ത് എത്ര വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് അത് സൃഷ്ടിച്ചത്. പെട്രോളിന്റെ വിലവർദ്ധന പോലുള്ള കാര്യങ്ങൾ ഉണ്ടായപ്പോൾ ഇതേ ആളുകൾ വിമർശിച്ചിരുന്നല്ലോ. ഈ എത്തനോൾ ബ്ലെൻഡിംഗ് കൊണ്ട് നമുക്ക് ഏതാണ്ട് 316 ലക്ഷം മെട്രിക് ടൺ ഈ ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി ഇല്ലാണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ പദ്ധതി 2001 മുതൽ ആരംഭിച്ചത്. 2013 ജനുവരിയിൽ UPA സർക്കാരിന്റെ കാലത്ത് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആ പ്രോജക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. 2014 ആയപ്പോഴേക്കും കേവലം 1.5% മാത്രമേ ഈ പറയുന്ന എത്തനോൾ ബ്ലെൻഡിംഗ് പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. പിന്നീട് വന്നിട്ടുള്ള നരേന്ദ്രമോദി സർക്കാർ ഇത് നടപ്പാക്കുക എന്നുള്ളത് ഒരു പദ്ധതിയായിട്ട് എടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ 2018 പുതിയ നാഷണൽ ബയോഫ്യൂൽ പോളിസി നമ്മൾ പ്രഖ്യാപിച്ചു. ആ ബയോഫ്യൂൽ പോളിസിയുടെ ഭാഗമായിട്ട് ഈ പറയുന്ന എത്തനോൾ ബ്ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് ഷുഗർ കെയിനെ മാത്രം ആശ്രയിച്ചാൽ പോരാ, കരിമ്പിനെ മാത്രം ആശ്രയിച്ചാൽ പോരാ, മറ്റുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഈ മെയ്സ് പോലെ ഗ്രെയിൻ പോലെയുള്ള സംഗതികളെ കൂടി ആശ്രയിക്കാമെന്ന് പറഞ്ഞു. അതോടുകൂടി എന്താണ്, നമ്മുടെ പൂള് വളരെ വികസിപ്പിക്കപ്പെട്ടു. 2021 വരെ വർഷം 600 ലക്ഷം ലിറ്റർ ആണ് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന മെയ്സിന്റെയും ഗ്രെയിന്റെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചപ്പോൾ നമുക്ക് 1200 ലക്ഷം കോടി ലിറ്റർ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ഈ പ്രോജക്ട് മുന്നോട്ട് വന്നത്. 2021 ഇത് നീതി ആയോഗ് ഇതിന്റെ റോഡ് മാപ്പ് പുറപ്പെടുവിച്ചത്. അതിനുശേഷം ഇപ്പൊ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത്. ഇന്ത്യയിൽ ഓട്ടോമൊബൈൽ കമ്പനികൾക്കാവട്ടെ, ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കാവട്ടെ മതിയായിട്ടുള്ള സമയം ഈ പറയുന്ന ഒരു ട്രാൻസിഷന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. 2021 ശംഖു, അവിടെ ഇടപെടേണ്ടി വരുന്നുണ്ട്. ഈ നീതി ആയോഗ് തന്നെ പറയുന്നുണ്ടായിരുന്നു ഇന്ധനക്ഷമതയിൽ 6% വരെ കുറവുണ്ടാകുമെന്ന്. ARFIയുടെ 2021 റിപ്പോർട്ടിൽ അവരും ഈ ഇന്ധനക്ഷമതയിൽ ഉണ്ടാവുന്ന കുറവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അങ്ങനെ ഒരു പഠനങ്ങൾ അവിടെ നിലനിൽക്കെ ആ പഠനങ്ങളെ ഒന്നും കാര്യമായി പരിഗണിച്ചിട്ടില്ല. ഇപ്പോൾ ട്രാൻസിഷന് സമയമുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും സർക്കാർ എന്ത് ചെയ്തു? ഇപ്പം ശംഖു പറഞ്ഞു കർഷകർക്ക് നേട്ടമുണ്ടാവുന്നുണ്ട്, ബാക്കി സമൂഹത്തിനാകെ നേട്ടമുണ്ടാവുന്നുണ്ട്, പരിസ്ഥിതിക്ക് നേട്ടമുണ്ടാവുന്നുണ്ട്. നോക്കൂ, താഴെത്തട്ടിലുള്ള ഒരു സാധാരണ, ഇപ്പൊ ഇതിൽ അഫക്റ്റഡ് ആവുന്നത് ആരാണ്? ഏറ്റവും താഴെത്തട്ടിലുള്ള 10 കൊല്ലം മുൻപ് വാങ്ങിയ സ്കൂട്ടറുമായി പോകുന്ന ഒരാൾ, 10 കൊല്ലം മുൻപ് വാങ്ങിയ ഒരു മാരുതി, സാധാരണ ഒരു മാരുതി ഓൾട്ടോ കാറുമായി പോകുന്ന ഒരാൾ, ഇയാളെ സംബന്ധിച്ച് ഈ നിരന്തരം വരുന്ന പ്രശ്നങ്ങൾ ഇത് അയാൾക്ക് അറിവുള്ളതാണോ? അയാൾ അറിഞ്ഞിട്ടില്ല. E20 മാറിയത് അയാൾ അറിഞ്ഞിട്ടില്ല. ഞാനും ശംഖും ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവും. അറിഞ്ഞിട്ടില്ല. അയാൾക്കൊരു ഓപ്ഷൻ ഇല്ല. നോക്കൂ, ഞാൻ പറയുന്നത് ഞാൻ ആ വിഷയം പറയാം. നോക്കൂ, ഇത് ബോധപൂർവം സമൂഹത്തിൽ ഈ പറയുന്ന പോലെ സംശയം ജനിപ്പിക്കാനും ആളുകൾക്കിടയിൽ പരിഭ്രാന്തി ജനിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു നരേറ്റീവിന്റെ ഭാഗമാണ് ഈ പറയുന്ന പ്രചരണമൊക്കെ. ഒന്നാമത്തെ കാര്യം, നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ പറയുന്ന 6% കുറവുണ്ടാവും എന്നല്ല. നീതി ആയോഗിന്റെ റിപ്പോർട്ട് വളരെ കൃത്യമായി പറയുന്നത് ഈ പറയുന്ന E0 വെഹിക്കിളുകളിൽ, അതായത് എത്തനോൾ ബ്ലെൻഡിങ്ങിന് കമ്പാറ്റബിൾ അല്ലാത്ത E0 വാഹനങ്ങളിൽ 6% ഫ്യൂവൽ എഫിഷ്യൻസിയിൽ കുറവുണ്ടാവും. അതേ സമയത്ത് E10 കമ്പാറ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങളാവുമ്പോൾ അത് 1 to 2% ഫ്യൂവൽ എഫിഷ്യൻസിയുടെ കുറവേ ഉള്ളൂ. അതേസമയത്ത് E20 വാഹനങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ 0% ഫ്യൂവൽ എഫിഷ്യൻസി ലോസ് ആണ് ഉണ്ടാവുന്നത്. അതായത് പുതിയ വാഹനങ്ങൾ, ഇതിന് കമ്പാറ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന മൈലേജ് നഷ്ടം ഉണ്ടാവുന്നേ ഇല്ല, ഫ്യൂവൽ നഷ്ടം ഉണ്ടാവുന്നില്ല. ഏതിലാണ് ഈ 6% വ്യത്യാസം പറയുന്നത്? E0 വാഹനങ്ങളുടെ കാര്യത്തിലാണ്. ഇനി എഞ്ചിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയുന്നു. E0 വാഹനങ്ങളിൽ പോലും E20 കമ്പാറ്റബിൾ അല്ല എന്ന് ഒരു സ്റ്റഡിയും പറയുന്നില്ല. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് തന്നെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള നിരവധിയായിട്ടുള്ള പഠനങ്ങളുണ്ട്. ARAയുടെ പഠനത്തെ പറ്റി അങ്ങ് സൂചിപ്പിച്ചു. ARAയുടെ പഠനത്തിൽ എന്താ പറയുന്നത്? മെറ്റലുകളിലും നോൺ മെറ്റലുകളിലുമുള്ള ഈ പറയുന്ന E20യുടെ പ്രവർത്തനം എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനത്തെ കുറയ്ക്കുക, ബാധിക്കുക എന്നുള്ളതാണ് പഠിച്ചത്. ആ പഠനത്തിൽ പറയുന്നത് മെറ്റൽസിന്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായതായിട്ട് കണ്ടെത്തിയിട്ടില്ല. അതേസമയത്ത് റബ്ബർ ആൻഡ് പ്ലാസ്റ്റിക് കമ്പോണൻസിന്റെ കാര്യത്തിൽ അവരുടെ പെർഫോമൻസ് കൂടുതൽ മെച്ചപ്പെട്ടതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒന്നാമത്തെ കാര്യം, ഈ എത്തനോളിന്റെ കാര്യത്തിൽ ഹൈ ഒക്ടേൻ റേറ്റിംഗ് ആണ്. സാധാരണ പെട്രോളിന്റെ ഒക്ടേൻ റേറ്റിംഗ് എന്ന് പറയുന്നത് 84.4 ആണെങ്കിൽ ഈ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോളിന്റെ ഈ പറയുന്ന ഒക്ടേൻ റേറ്റിംഗ് എന്ന് പറയുന്നത് ഏതാണ്ട് 104 ആണ്. അതായത് ഹയർ ഒക്ടേൻ റേറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ബെറ്റർ കമ്പഷൻ ആണ്, കൂടുതൽ കത്താനുള്ള ക്ഷമതയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എഞ്ചിന്റെ കപ്പാസിറ്റി വർദ്ധിക്കും, അതുകൊണ്ട് കാർബൺ എമിഷൻ കുറയും. അതേപോലെ തന്നെ എത്തനോളിന് ഈ പറയുന്ന ക്ലീനിങ് എഫക്ട് ഉള്ളതുകൊണ്ട് ഈ വാഹനങ്ങളുടെ ഇഞ്ചക്ടേഴ്സ് ആവട്ടെ, അതേപോലെ തന്നെ വാർണിഷ് ബിൽഡപ്പ് ആവട്ടെ, അതേപോലെ തന്നെ കാർബൺ ഡെപ്പോസിറ്റ് ആവട്ടെ, ഇതിൽ കുറവുണ്ടാവും. അതുകൊണ്ട് തന്നെ പൊല്യൂഷനിൽ, എമിഷന്റെ കാര്യത്തിൽ വളരെയേറെ കുറവുകൾ ഉണ്ടാവും. അതൊന്ന് പറഞ്ഞു നിർത്തിയാൽ നമുക്ക് ഈ സാങ്കേതികമായ കാര്യങ്ങൾ പറയാൻ അറിവുള്ള ആളുകളാണ് നമ്മളോടൊപ്പം ഉള്ളത്. അവർക്ക് തന്നെ ആ അനുഭവത്തിൽ പറയാൻ പറ്റുമല്ലോ. അല്ല നോക്കൂ, അങ്ങനെ സാങ്കേതിക കാര്യം പറയാൻ നിങ്ങൾ വേറെ അറിവുള്ളവർ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചിട്ട് തന്നെയായിരിക്കും പങ്കെടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അതല്ലാണ്ട് രാഷ്ട്രീയം പറയുന്ന ഒരാളും അല്ല, അങ്ങനെയില്ല. ഇതേക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഇപ്പം ശംഖുവും ഞാനും ഒരു വിഷയത്തെ പറ്റി പഠിക്കുമെങ്കിലും അത് തന്നെ അറിയുന്ന ഒരാൾക്ക് കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവുമല്ലോ അറിവില്ല. അത്രേ ഉള്ളൂ. ഒരു കാര്യം കൂടി ചോദിച്ചോളൂ, അവരോട് ചോദിച്ചോളൂ, ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അവരോട് ചോദിച്ചോളൂ. അതേപോലെ തന്നെ ഈ പറയുന്ന എഞ്ചിന്റെ ഹീറ്റിംഗ് കുറയ്ക്കാൻ ഈ പറയുന്ന എത്രയോളം കൊണ്ട് സാധിക്കും? കൂടുതൽ കൂളറായിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, എഞ്ചിൻ ചൂടാവുന്നത് കുറയ്ക്കാനും അതുവഴി എഞ്ചിന്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്താനും എത്രയോളം കൊണ്ട് സാധിക്കും. ഇങ്ങനെ എഞ്ചിന്റെ കാര്യത്തിൽ നിരവധിയായിട്ടുള്ള പഠനങ്ങളുണ്ട്. ഒരു വാഹനത്തിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മൈലേജ് മാത്രമല്ല. മൈലേജ് എന്ന് പറയുന്ന ഒരുപാട് ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ്. റോഡിന്റെ അവസ്ഥ മോശമാണെങ്കിൽ മൈലേജ് കുറയും, ആളുടെ ഓടിക്കുന്ന രീതിക്ക് അനുസരിച്ച് മൈലേജ് കുറയും, അതേപോലെ തന്നെ ടയറിന്റെ പ്രഷർ അനുസരിച്ച് മൈലേജ് കുറയും. ഒരുപാട് ഘടകങ്ങൾ, സർവീസിങ് നടത്തുന്നത് ഈ പറയുന്ന മൈലേജിനെ ബാധിക്കും. ഒരുപാട് ഘടകങ്ങളിൽ ഒരു ഘടകം മാത്രമാണ് മൈലേജ് എന്ന് പറയുന്നത്. അതേ സമയത്ത് പരിഗണിക്കേണ്ട നിരവധിയായിട്ടുള്ള എഞ്ചിനുമായി ബന്ധപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒരൊറ്റ പഠനം മാത്രം ഞാൻ പറയാം. അപ്പൊ മാരുതി സുസുക്കി കഴിഞ്ഞ വർഷം 2.84 കോടി വാഹനങ്ങളാണ് സർവീസ് ചെയ്തത്. അതിൽ 1.5 കോടി 1.5 കോടി വാഹനങ്ങൾ എന്ന് പറയുന്നത് E20 കമ്പാറ്റബിൾ അല്ലാത്ത വാഹനങ്ങളാണ്. മാരുതി സുസുക്കി പറയുന്നു 1.5 കോടി വാഹനങ്ങൾ പരിശോധിച്ചതിൽ E20 ഉപയോഗിച്ചത് കൊണ്ട് E10, E5, E0 എഞ്ചിനുകളിൽ ഒരെണ്ണത്തിൽ പോലും എഞ്ചിൻ കൊറോഷനോ എഞ്ചിനുമായി ബന്ധപ്പെട്ട കേടുപാടുകളോ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള അനക്ഡോട്ടൽ ഡാറ്റ എന്നിരിക്കെ എന്തടിസ്ഥാനത്തിലാണ് E20 ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാഹനങ്ങളുടെ എഞ്ചിന് തകരാറുണ്ടാവും, ഈ പറയുന്ന വാഹനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനേ സാധിക്കില്ലെന്ന് പറയുന്നത് വളരെ ബോധപൂർവമായിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രചരണമാണ്. ഇത് എല്ലാ നിലയിലും നാടിന് ഗുണം ഉണ്ടാവുന്ന ഒരു പദ്ധതിയാണ്. നാളെ ഇപ്പൊ പെട്രോളിന് പകരം പച്ചവെള്ളം ഉപയോഗിക്കുന്ന ഒരു പദ്ധതി കൊടുത്താൽ ഇവർ പറയും ഈ പച്ചവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലെ ജലലഭ്യത വല്ലാണ്ട് കുറയും, പറയുന്ന ഭൂഗർഭ ജലത്തിന്റെ തോത് കുറയും, അതുകൊണ്ട് ഈ പരിപാടി നടത്താൻ പാടില്ല, എന്തിനും വിമർശിക്കുക എന്ന നിലയിലേക്ക് ചില ആളുകളുടെ മനോഭാവം മാറിയത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കാണിക്കുന്നത്, അതല്ലാതെ ഒന്നുമല്ല. ശരി, ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ KG ദിലീപ് കുമാർ ചേരുന്നുണ്ട്. അദ്ദേഹം ACMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷന്റെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്, ഒരു മോട്ടോർ വാഹന വിദഗ്ധനാണ്. ശ്രീ ദിലീപ് കുമാർ, ഇപ്പോൾ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ഉന്നയിച്ച വാദങ്ങൾ അങ്ങ് കേട്ടു. E20 എന്ന ഒരു പുതിയ തരം പെട്രോളിനെ, എഥനോൾ മിക്സ്ഡ് ആയിട്ടുള്ള 20% എഥനോൾ കലർന്ന പെട്രോളിനെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള എഞ്ചിനുകളല്ല 2023 വരെ ഇറക്കിയിരുന്നത് എന്നത് നമുക്കൊക്കെ അറിയാം. വലിയ പ്രശ്നമില്ലാതെ പോകുന്ന വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു E5 വരെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, E10 വരെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ ഓടിക്കുന്ന വാഹനങ്ങൾ എന്താണെന്ന്. ഇതൊന്നും ഒട്ടും ബാധിച്ചിട്ടേ ഇല്ലെന്നാണ് ശംഖു പഠനങ്ങൾ വെച്ച് പറയുന്നത്. പക്ഷെ നമ്മുടെ അനുഭവം എന്താണ്? ഈ ഒരു ട്രാൻസിഷൻ വളരെ പെട്ടെന്ന് വാഹനങ്ങൾക്ക്, അല്ലെങ്കിൽ നിലവിൽ ഇത്തരം സാധാരണ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന മനുഷ്യന്മാർക്ക് ഇത് ഹൈ എൻഡിലേക്കൊന്നും വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സാധാരണ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇത് ഈ E20യിലേക്കുള്ള മാറ്റം അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടോ? അങ്ങയുടെ മനസ്സിലാക്കൽ എങ്ങനെയാണ്? ഒരു പ്രോസസ്സാണ്. പക്ഷെ നമ്മുടെ ഒരു നിലവിലുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് E20 കോമ്പറ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ വരുന്ന 2023-ലാണ്. പക്ഷെ അതിന് മുമ്പുള്ള വാഹനങ്ങൾ നിരത്തിൽ ഓടുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം. ഈ വാഹനം അത് 3 തരത്തിലാണ് ഒരു വാഹനത്തെ അത് ബാധിക്കുന്നത്. എഞ്ചിന്റെ ഒരു ഡ്യൂറബിലിറ്റി, അദ്ദേഹം പറയുന്ന അതിന്റെ മെറ്റൽ സൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയിരിക്കാം, റബ്ബർ കോമ്പണന്റുകളാവാം, വാഷുകളാവാം, ഇതിനകത്തൊക്കെ ഉണ്ട്. 2016 തന്നെ ഏറയുടെ, എനിക്ക് തോന്നുന്ന റോഡ് മാപ്പ്, നീതി ആയോഗ് പബ്ലിഷ് ചെയ്തിട്ടുള്ള റോഡ് മാപ്പ് ഫോർ എഥനോൾ ബ്ലെൻഡിങ് 2020-2025 എന്ന് പറഞ്ഞ റിപ്പോർട്ടിൽ തന്നെ ഏറയുടെ 2016 റിപ്പോർട്ട് കാണിക്കുന്നുണ്ട്. അതിനകത്ത് സമ്മതിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള സംഗതികളിൽ ചില കൊറോഷൻ അല്ലെങ്കിൽ അതിനകത്ത് കുറെ ഡാമേജുകളൊക്കെ വരുന്നതിനെ കുറിച്ച് അന്നത്തെ തന്നെ റിപ്പോർട്ടിൽ തന്നെയുണ്ട്. പിന്നെ ഉള്ളത് മെറ്റീരിയൽ കോമ്പോസിഷനുമായി ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന മെറ്റീരിയൽ. പിന്നെ ഉള്ളത് അതിന്റെ എമിഷൻസ് പെർഫോമൻസ് ആണ്. തീർച്ചയായിട്ടും എമിഷൻ പെർഫോമൻസിന്റെ കാര്യത്തിൽ കുറെ ഇത് ഉണ്ട്. പക്ഷെ ഇതിനകത്ത് നമ്മളതിന്റെ ഒരു ഡെറ്റോണേഷൻ മാത്രമല്ല ഈ എഥനോളിന്റെ കാര്യത്തിൽ നോക്കുന്നത്. എഥനോൾ അദ്ദേഹം പറയുന്ന ഡെറ്റോണേഷൻ 105, 106 ഒക്കെ ഉണ്ട്. സാധാരണ പെട്രോളിനെ സംബന്ധിച്ച് 92, 94 കിലോമീറ്റർ അതിനേക്കാളും കൂടുതലുണ്ട്. പക്ഷെ ഇതിന്റെ കലോറിഫിക് വാല്യൂ, ഒന്ന് അതിന്റെ ഫ്യുവൽ, ഒരു കിലോ ഫ്യുവൽ കത്തുമ്പോൾ എത്ര എനർജി ഉത്പാദിപ്പിക്കപ്പെടും എന്നുള്ള കാര്യമാണ്. അത് ഏതാണ്ട് 43 മില്യൺ ജൂൾസ്, മെഗാ ജൂൾസ് ആണ് അതിനകത്ത് ഒരു കിലോ ഡീസൽ പെട്രോൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷെ അത് തിരിച്ച് അല്ലെങ്കിൽ ഒരു 10,300 കിലോ കലോറി പെർ kg എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് എഥനോളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ വാല്യൂ വളരെ കുറവാണ്. അത് 27 ഒക്കെ ഉള്ളൂ. അതായത് 6,700, 7,000 കിലോ കലോറിക്ക് താഴെയാണുള്ളൂ. അതുകൊണ്ട് തന്നെ മൈലേജിൽ ഒരു ഡ്രോപ്പ് ഉണ്ട്. അദ്ദേഹം പറയുന്നതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. 2 മുതൽ 6% വരെ മൈലേജ് ഡ്രോപ്പാണ്, അതായത് E0യിൽ നിന്ന് E10ലേക്ക് വരുമ്പോൾ ഉള്ളത്. E10ൽ നിന്ന് E20ലേക്ക് പോകുമ്പോഴാണ്
ഒരു 1% to 1 to 2% മൈലേജ് കുറയാമെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ പല വാഹനങ്ങളും ഇപ്പൊ നമ്മുടെ മോട്ടോർ വാഹന സ്റ്റാൻഡേർഡ് അനുസരിച്ച് 2017 ഏപ്രിൽ 1 മുതലാണ് BS4 വാഹനങ്ങൾ വന്നത്. 2020 ഏപ്രിൽ 1 മുതലാണ് BS6 വാഹനങ്ങൾ വന്നത്. പക്ഷെ ഈ വാഹനങ്ങളൊക്കെ നേരത്തെ മുതൽ ഇപ്പൊ ഹോണ്ട ക്ലെയിം ചെയ്യുന്നത് 2009 മുതലൊക്കെ എഞ്ചിൻ മെറ്റൽ ഇതിന് കോമ്പാറ്റബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനകത്തും ചില സംശയങ്ങളോട് ഉയർന്നു നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ പഴയ വാഹനങ്ങൾ ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ ഈ പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവര് 2010 മുമ്പുള്ള വാഹനങ്ങളുണ്ട്, 2015 മുമ്പുള്ള വാഹനങ്ങളുണ്ട്. ഈ വാഹനങ്ങൾക്ക് സ്ഥിരം ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് ഒന്ന് കലോറിഫിക് വാല്യൂന്റെ ഒരു പ്രശ്നമാണ്, പിന്നെ ഒന്ന് ഡെൻസിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. ഡെൻസിറ്റി പെട്രോളിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഡെൻസിറ്റി അല്ലെങ്കിൽ തൂക്കം കൂടിയ ഒരു ദ്രാവകമാണ് അല്ലെങ്കിൽ ലിക്വിഡാണ്. 0.79 ആണ് അത് വരിക, അതിന്റെ ഡെൻസിറ്റി വരിക. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ലിക്വിഡ് സ്വാഭാവികമായിട്ടും താഴെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് മറ്റ് പെട്രോളിനേക്കാളും തൂക്കം കുറഞ്ഞതുകൊണ്ട്. മാത്രമല്ല അതിനകത്ത് പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, ഹൈഗ്രോസ്കോപ്പിസിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി. അത് പെട്രോളിനെ അപേക്ഷിച്ച് 3 മടങ്ങ് കൂടുതലാണ് എഥനോളിന്. അതായത് കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് പെട്ടെന്ന് വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് സ്വാഭാവികമായിട്ടും വാഹനങ്ങളുടെ ഫ്യൂവൽ ലൈനിലും കൊറോഷൻ പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല ഐഡ്ലിംഗ് സമയത്തുള്ള സ്റ്റാർട്ടിങ്ങിനകത്ത് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് നിരവധിയുണ്ട്. ലോക്കൽ വർക്ക്ഷോപ്പുകളിലൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ അറിയാം, ഈ പഴയ വാഹനങ്ങൾ പ്രത്യേകിച്ച് 2017 മുമ്പുള്ള അല്ലെങ്കിൽ BS4 മുമ്പുള്ള വാഹനങ്ങൾ ഇത്തരത്തിലുള്ള സ്റ്റാർട്ടിംഗ് ട്രബിളൊക്കെ ഇപ്പോൾ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനകത്ത് തന്നെ ഈ വാഷർ റബ്ബർ കോമ്പണന്റുകളുടെയൊക്കെ ഡാമേജുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മൈലേജ് എന്തൊക്കെയായാലും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനകത്തൊരു വസ്തുത. അത് എനിക്ക് തോന്നുന്നു നീതി ആയോഗ് തന്നെ അത് നിഷേധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഏതാണ്ട് 6% മുതൽ 8% വരെയാണ് E0 നിന്ന് E20 എത്തുമ്പോൾ മാറ്റം എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അനുസരിച്ച് എനിക്ക് 17.78 കിട്ടിയിരുന്നത് 15.7 എത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 10% അല്ലെങ്കിൽ 11% മൈലേജ് കുറഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്, കാരണം അതിന്റെ കലോറിഫിക് വാല്യൂ കുറവായത് എന്നുള്ളത്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ E20 കമ്പൽസറി ആക്കുന്നതല്ല അതിന്റെ കുഴപ്പം. E20യുടെ ഒപ്പം പഴയ വാഹനങ്ങൾക്ക് E20 അല്ലാത്ത ഫ്യൂവലും കൂടി ലഭ്യമാക്കണമായിരുന്നു. ഒറ്റയടിക്ക് ഇത് ടോട്ടലി E20 ഫ്യൂവൽ മാത്രമേ നമുക്ക് ലഭ്യമാകൂ എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. പിന്നെ ഇതിനകത്ത് മൊളാസസിൽ നിന്ന് അല്ലെങ്കിൽ കരിമ്പിൻ്റെതിൽ നിന്നും മാത്രമല്ല നമ്മുടെ ധാന്യങ്ങൾ 740 കോടി രൂപയ്ക്കുള്ള അല്ലെങ്കിൽ കോടി രൂപയ്ക്കുള്ള എഥനോള് ഉത്പാദിപ്പിക്കപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് ഫുഡ് ഗ്രെയിൻസിൽ നിന്നാണ്. സ്വാഭാവികമായിട്ട് ഇന്ത്യ പോലുള്ള രാജ്യത്ത് അതും ഒരു പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോ ഫ്ലെക്സ് ഫ്യൂവൽ വരാൻ പോവാണ്. ഈ 85 എനിക്ക് തോന്നുന്നു മാരുതിയുടെ വാഗണാർ പോലെയുള്ള വാഹനങ്ങൾക്ക് ആൾറെഡി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2027 ഈ 100 ഫ്യൂവൽ പൂർണ്ണമായിട്ട് മെഥനോളിൽ ഓടിക്കുന്ന വാഹനങ്ങളും വരുന്നുണ്ട്. അപ്പൊ അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ അത് ഉപയോഗിച്ചോട്ടെ. പക്ഷെ ഈ E20 ഫ്യൂവൽ എല്ലാത്തിലും വ്യാപകമായിട്ട് ഒരേ സമയം ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളതൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. നമ്മളോടൊപ്പം ശ്രീ സെന്തിൽ എസ് നായർ കൂടിയുണ്ട്, ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ആണ്. ശ്രീ സെന്തിലിന്റെ അനുഭവത്തിൽ പുതിയ വാഹനങ്ങൾ പഴയ വാഹനങ്ങൾ ഒക്കെ നിരന്തരം കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. ഈ മാറ്റത്തിന് ശേഷം, നമ്മൾ അറിയാതെയുള്ള മാറ്റത്തിന് ശേഷം, ഒരുപക്ഷെ സാധാരണ രീതിയിൽ പെട്രോൾ അടിച്ചിരുന്ന ഞാൻ E20 മാറിയത് ഈ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കറിയുന്നത്. എൻ്റെ വീട്ടിലുള്ള ആർക്കെങ്കിലും അത് അറിയാമോ എന്ന് എനിക്ക് സംശയമാണ്. അപ്പോൾ അങ്ങനെ ഈ മാറ്റത്തിന് ശേഷം ഈ കാര്യമായി ഒരുപാട് പരാതികൾ ഉയർന്നു വന്നു. വാഹനങ്ങളുടെ കേടിനെ സംബന്ധിച്ച് മറ്റൊരു വലിയ ആശങ്കയായിരുന്നു ഈ തീപിടുത്തം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യം. അങ്ങനെ വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ആശങ്കകൾ ഉണ്ടായിരുന്നു, വാർത്തകൾ ഒരുപാട് പുറത്തു വരുന്നു. അപ്പോഴാണ് ഇതിലൊക്കെ ഒരു വിശദീകരണമൊക്കെ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നടക്കം വന്നത്. സെന്തിലിന്റെ ഒരു അനുഭവത്തിൽ ഈ E20 മാറിയ ശേഷമുള്ള വാഹനങ്ങളുടെ അവസ്ഥ, അത് സാധാരണക്കാരായ ഉപഭോക്താക്കളിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? നോർമൽ കേസിൽ ഒരു E20 വാഹനത്തിനകത്ത് വരുന്ന മേജർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇൻ ടേംസ് ഓഫ് റസ്റ്റ് മറ്റു കാര്യങ്ങളൊന്നും സാധാരണ ആൾക്കാർക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാവർക്കും പൊതുവെ അറിയാൻ പറ്റുന്ന ഒരു സംഭവമാണ് മൈലേജ് ഡ്രോപ്പ്. അപ്പോൾ അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. മൈലേജ് ഡ്രോപ്പ് എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ട്. അത് പ്രത്യേകിച്ച് 2023 ഏപ്രിലിന് മുമ്പുള്ള ഒരു വാഹനങ്ങളുടെ അകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഇൻ ടേംസ് ഓഫ് ഈ ഒരു മൈലേജ് ഡ്രോപ്പിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. അതായത് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് എഥനോളിന്റെ എനർജി ഡെൻസിറ്റി വളരെയേറെ കുറവാണ്. അപ്പോൾ എഥനോളിന്റെ എനർജി ഡെൻസിറ്റി കുറയുമ്പോൾ ഓബ്വിയസ്ലി അതിന് ഇപ്പോൾ നോർമലി
ഒരു 1 അല്ലെങ്കിൽ കുറച്ച് ശതമാനം, ഇപ്പൊ ഒരു 1 ലിറ്റർ അടിക്കുന്ന പകരം നമുക്ക് 1.5 ലിറ്റർ അടിക്കേണ്ടി വരും ആ ലെവൽ ഓഫ് എന്താ പറയാ ഒരു കമ്പഷൻ ചെയ്യാനായിട്ട്. അപ്പൊ അതൊരു ജനറലി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരു റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സർക്കാർ പറയുന്ന പോലെ അറൌണ്ട് ഒരു 5 to 6% അല്ല, ജനറലി നമുക്ക് അറിയപ്പെടുന്ന ഒരു 10 to 15% വ്യത്യാസമാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നോർമലി നമ്മൾ കാണാൻ പറ്റുന്ന സംഭവം. അപ്പൊ ഇതാണ് ആക്ച്വലി ഫസ്റ്റ് നമുക്ക് വരുന്ന ഒരു മാറ്റം. ഇവര് ഇതിനെ എതിർക്കുന്നവരൊക്കെ അല്ലെങ്കിൽ ഈ എഥനോൾ കലർന്ന പെട്രോൾ കുഴപ്പമില്ല എന്ന് പറയുന്നവരൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാദം, ഇപ്പോൾ പ്രധാനപ്പെട്ട വാഹന നിർമ്മാതാക്കളായ മാരുതി, ഹീറോ മോട്ടോകോർപ്പ്, ടൊയോട്ട കിർലോസ്കർ, ഹ്യുണ്ടായി, TVS, ബജാജ് ഓട്ടോ ഇവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ അനുഭവത്തിൽ ഇതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത് എന്ന വാദമാണ് ഉയർത്തുന്നത്. അതൊരു പക്ഷേ വാഹനം പുതിയതായി മാറ്റി വാങ്ങുന്നതിന്റെ ലാഭം, അതിന്റെ നേട്ടം കിട്ടുന്നത് വാഹന കമ്പനികൾക്കായിരിക്കും. അതുകൊണ്ട് കൂടിയാവില്ലേ? അല്ല, ആക്ച്വലി ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ ഇപ്പോ 2025 ഏപ്രിലിന് ശേഷം നിർമ്മിക്കുന്ന ഒരു വാഹനത്തിന്റെ അകത്തും പ്രശ്നം വരും ചോദിച്ചാൽ ഇൻ ടേംസ് ഓഫ് എഞ്ചിനും മറ്റു കാര്യങ്ങളൊക്കെ അവർ കൃത്യമായി ശ്രദ്ധിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ അകത്ത് ഒരു സംശയം വേണ്ട. അപ്പോൾ E20 അല്ല E28 or 27 വരെ കോമ്പാറ്റബിൾ ആണ്. ബേസിക്കലി ഒരു മാനുഫാക്ചർ വണ്ടി ഉണ്ടാക്കുമ്പോൾ അവരുടെ ഭാഗങ്ങൾ എന്തായാലും കേടുവരാൻ പാടില്ല. പക്ഷേ അതിലല്ല പ്രശ്നം. ഇൻ ടേംസ് ഓഫ് ഏതൊരു വാഹനമാണെങ്കിലും 2025 ഏപ്രിലിന് ശേഷമുള്ള ഒരു വാഹനമാണെങ്കിൽ പോലും ഈ മൈലേജ് ഡ്രോപ്പ് എന്ന സംഭവം അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. മൈലേജ് ഡ്രോപ്പ് എന്തായാലും സംഭവിക്കും. അതായത് ഇപ്പോൾ നോർമലി ഒരു വാഹനം ഒരു 15 km/ലിറ്റർ തരുന്ന വാഹനം ഒരു 12 പോകുന്നത് അതിപ്പോൾ 2025 ശേഷം അവർ ഈവൻ അവരുടെ കമ്പഷനിലും മറ്റേതിലൊക്കെ ഫ്യൂൽ എയർ മിക്സ്ചറിൽ മാറ്റം വരുത്തിയെങ്കിൽ പോലും നമുക്കത് ജനറലി ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവിടെ ഒരു പെർസെൻറ്റേജ് ലോസ് എന്തായാലും വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഇതുമില്ല. പിന്നെ ഇനി അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ മൊത്തം പ്രശ്നങ്ങൾക്ക് കാരണം എന്താ വെച്ചാൽ ഇതിനെ കുറിച്ച് ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോകേണ്ട ഒരു സംഭവമായിരുന്നു. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 5 വർഷം നമ്മൾ മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ E20 ഒരു 2027 2028 വരാമായിരുന്നു. അല്ലെങ്കിൽ അതുപോലെ അത് മാത്രമല്ല ഇപ്പോൾ ഈ E85 വന്നതിന് ശേഷമാണ് ഈ ചർച്ച മൊത്തത്തിൽ കുറച്ചും കൂടി എന്താ പറയാ ഇതായത്. അപ്പോൾ ആളുകൾക്ക് ആ ഒരു കണക്കിന് ലാഭമുണ്ടോ എന്ന് ഈ മൊത്തത്തിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻ ടേംസ് ഓഫ് E85 നമുക്ക് കടക്കുകയാണെങ്കിൽ ആ ഒരു വാഹനം വാങ്ങാനായിട്ട് ഇഫ് കമ്പയർഡ് ടു ഇപ്പോൾ ഒരു വാഗനാറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്, അതല്ലാതെ 2 വീലേഴ്സിലുണ്ട് ഹീറോ, അതുപോലെ ബാക്കിയുള്ള വാഹന കമ്പനികൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നമുക്ക് വാഹനം വാങ്ങാനായിട്ട് കമ്പാരിറ്റീവ്ലി ഒരു 85,000 to 90,000 rupees കൂടുതൽ കൊടുക്കണം. അതായത് E85 പെട്രോൾ ഉള്ള വാഹനത്തിന് സാധാ ഒരു വാഗനാർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു 1 lakh rupeesന്റെ ആഡ് ഓൺ വരുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ അത് തമ്മിൽ വ്യത്യാസം എത്ര ചോദിച്ചാൽ ഇപ്പോൾ ഡൽഹി റേറ്റ്സിലാണ് നമുക്ക് കൂട്ടാൻ പറ്റുക. കാരണം ഡൽഹിയിലാണ് E85 ഉള്ളത്. അവിടെ ഒരു 20 rupeesന്റെ വ്യത്യാസമുള്ളൂ ടോട്ടലി. ഇപ്പോൾ നമുക്കൊരു E20 അതുപോലെ E85 തമ്മിൽ ഒരു 20 rupeesന്റെ വ്യത്യാസമുള്ളൂ. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നോക്കുകയാണെങ്കിൽ വാഗനാറിന് ഏകദേശം നമുക്കൊരു 1 ലക്ഷം രൂപ എക്സ്ട്രാ കൊടുക്കണം. അതിനുശേഷം ഇതിന്റെ പ്രോപ്പർട്ടി അത് എവിടെയും മാറുന്നില്ല. അപ്പൊ ഈ എഥനോൾ എനർജി ഡെൻസിറ്റി കുറവായ കാരണം നമുക്ക് ഓബ്വിയസ്ലി മൈലേജിലെ ഷോർട്ടേജ് വരും. അതായത് ഒരു 20 കിലോമീറ്റർ കൊടുക്കുന്ന ഒരു വാഗനാർ എന്തായാലും ഈ ഒരു E85 ഓടുമ്പോൾ പവറിൽ കുറവ് വരില്ല, അത് ഞാൻ സമ്മതിക്കാം. പക്ഷെ എന്തായാലും മൈലേജിൽ കുറവ് വരും. അപ്പൊ അവിടെ നമുക്കൊരു എന്താ പറയുക പെർ കിലോമീറ്റർ മെയിൻ്റെനൻസ് അല്ലെങ്കിൽ ഓടിക്കാനായിട്ടുള്ള ആ ഒരു മാറ്റം. അപ്പൊ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 20 rupees ലാഭം ഇവിടെ നമുക്ക് കിട്ടുന്നു പറയുമ്പോൾ കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ലാഭമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാം കൂട്ടി നോക്കണേ. ഇപ്പോ ഇതാണ് എന്റെ ഭാഗത്ത്. ശരി സന്തിൽ, താങ്ക് യു സോ മച്ച്. ഇനി നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. സൂപ്പർ പ്രൈം ടൈം തുടർന്നു. ശ്രീ CR നീലകണ്ഠൻ, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ഉന്നയിച്ച ആരോപണങ്ങൾ അങ്ങ് കേട്ടതാണ്. ഇപ്പോൾ പല കാരണങ്ങളുണ്ട്. വിദേശ നാണ്യം വിനിമയം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഏതൊരു സാധാരണക്കാരൻ്റെയും ജീവിതത്തിൽ അതിൻ്റെ ലാഭം നമ്മുടെയും ജീവിതത്തിലേക്ക് എത്തും. അത് വില കയറ്റത്തിൽ ഉൾപ്പെടെ ആശ്വാസമാകും. അതിലൊന്നും ഒരു സംശയവുമില്ല. രാജ്യം സ്വാഭാവികമായും എനർജി എന്നത് ഊർജം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ചില മുൻകൂട്ടി കാണലുകൾ വേണം. അങ്ങനെ ഒന്നായിട്ട് നമുക്കിതിനെ കാണാം. പക്ഷേ പ്രധാനപ്പെട്ട ഒരു സംശയം ഉയരുന്നത് ഇപ്പോൾ ഇന്ധന പ്രതിസന്ധി ഇതിനെ കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഗണ്യമായി തന്നെ വിദേശ രാജ്യങ്ങളെ, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇന്ധനത്തിനായി ആശ്രയിക്കേണ്ടി വരുന്നു. ഈ ഡിപ്പെൻഡൻസ് ഇതെല്ലാം മാറ്റാൻ ഒരൊറ്റ ഓപ്ഷൻ എഥനോളാണോ, അതോ മറ്റ് ഓപ്ഷനുകളെ കുറിച്ച് നമ്മൾ ആലോചിച്ചിരുന്നോ? പ്രത്യേകിച്ച് EV വെഹിക്കിൾസിലേക്ക് കൂടുതൽ മാറുക, അല്ലെങ്കിൽ പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുക. അപ്പം നമ്മൾ കണ്ടിട്ടുള്ളത് വികസിത രാജ്യങ്ങളൊക്കെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം നയങ്ങളിലൊക്കെ മാറ്റം വരുത്തുന്നത്. പക്ഷെ നമ്മൾ ഒറ്റയടിക്ക് തീരുമാനിച്ചത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഫുഡ് ഗ്രെയിൻസ് ആയി ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കാം എന്നൊരു ഓപ്ഷനിലേക്കാണ് പോയത്. അഡ്വക്കേറ്റ് ശങ്കു നിരത്തിയത് അതിന്റെ ഗുണങ്ങളാണ്. അങ്ങ് എങ്ങനെ അതിനെ പ്രതിരോധിക്കും? അല്ല, യഥാർത്ഥത്തിൽ അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രാഷ്ട്രീയമായ നിലപാടുണ്ട്. പക്ഷെ ആ രാഷ്ട്രീയമായ നിലപാട് ഇത് വെച്ചിട്ടല്ല.
വ്യക്തമായും ഏത് ഗവൺമെൻറ് ആയാലും ഗവൺമെൻറ് ചെയ്താൽ ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്, എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അദ്ദേഹം രാഷ്ട്രീയം വെച്ച് തള്ളിക്കളയേണ്ട, അത് അദ്ദേഹത്തിന് ചെയ്യാം, എനിക്കത് പറയേണ്ട കാര്യമില്ല. എൻ്റെ പ്രധാന പ്രശ്നം ഇപ്പം നേരത്തെ പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ ഇത് കാർബൺ എമിഷനാണ് നമ്മുടെ വിഷയമെങ്കിൽ കാർബൺ എമിഷൻ കുറയ്ക്കാൻ നേരത്തെ പറഞ്ഞ് നിരവധി മാർഗ്ഗങ്ങളുണ്ട്. EV വെഹിക്കിൾ, ഇപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സർക്കാർ, ഞാൻ അതിനെ അംഗീകരിക്കുന്ന ആളാണ് ഒരു പരിധി വരെ. EV വെഹിക്കിളിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. വൈദ്യുതി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും EV വെഹിക്കിൾ സ്വകാര്യമാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടിന് കൊടുക്കുന്ന പ്രാധാന്യം അത് വളരെ 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 പ്രധാനമാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഒരു പ്രാധാന്യവും ഈ കേന്ദ്ര സർക്കാർ ചെയ്യുന്നില്ല. കേന്ദ്ര സർക്കാർ എന്നല്ല, ഒരു സർക്കാരും ചെയ്യുന്നില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടിനെ തകർക്കുകയാണ് നമ്മൾ ചെയ്യണം, തകർക്കുകയാണ്. കാരണം എല്ലാ സ്ഥലത്തും, ഞാനത് ഓരോന്നായിട്ടല്ല, നിരവധി ഉദാഹരണങ്ങൾ അതിലുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ കാർബൺ എമിഷൻ ഇവിടെ കുറയുന്നു എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ആലോചിക്കേണ്ടത്. അദ്ദേഹം കരിമ്പിൽ നിന്ന് മാത്രമാണ് ഇതെടുക്കുന്നതെന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഇതിൽ ഏറ്റവും കൂടുതൽ വരാൻ കരിമ്പ് വരും. കരിമ്പ് ഇവിടെ എത്തനോൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേ സ്പിരിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ സാധനം ഇവിടെ ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പം ഇതിനായി കൂടുതൽ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ ഇത് ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. കരിമ്പും മാത്രമല്ല, കരിമ്പ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ തന്നെ വളരെ നെഗറ്റീവായ അറ്റ്മോസ്ഫിയറിക് അല്ലെങ്കിൽ എൻവറോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ട്. കാരണം ഒരുപാട് വെള്ളം വേണ്ട ഒരു സാധനമാണ് കരിമ്പ്, ഒരുപാട് വെള്ളം. ഇനി രണ്ടാമത്, ധാന്യങ്ങളിൽ നിന്ന് ഇത് ഉണ്ടാക്കുമ്പോൾ ധാന്യങ്ങളിൽ നിന്ന് ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി വരുന്ന ധാന്യം, ആ ധാന്യം വലിയ തോതിൽ കോർപ്പറേറ്റ് ലെവലിൽ ഉണ്ടാക്കേണ്ടി വരും. കാരണം ഇന്നുള്ള കർഷകന് വില കിട്ടുക എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. ഈ ധാന്യത്തിൻ്റെ പ്രശ്നം, കർഷകൻ്റെ വില പ്രധാനമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതേപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി എന്നത് വളരെ 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 പ്രധാനമാണ്. നമ്മുടെ ജനസംഖ്യ വളരെ വേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു കാലാവസ്ഥാ മാറ്റം, അത് അദ്ദേഹം നിഷേധിക്കുകയാണെങ്കിൽ എനിക്കും വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി ഒരിക്കൽ പറഞ്ഞു അത് പ്രായമാകുമ്പോൾ മാറണതാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാലാവസ്ഥാ മാറ്റം ഈ രാജ്യത്തൊരു സത്യമാണ്, ലോകത്തൊരു സത്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് മഴയിൽ, മറ്റേ ജൈവ വൈവിധ്യത്തിലൊക്കെ വലിയ മാറ്റമുണ്ടാക്കും. അതുകൊണ്ട് ഇനി ഇതിനു വേണ്ടി കൂടുതൽ വ്യാവസായിക കൃഷി ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന കാർബണോ അല്ലെങ്കിൽ മീഥൈനോ ഉണ്ട്. അപ്പൊ ഇതിനു വേണ്ടി വളം മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ മീഥൈൻ കൂടി നിന്ന് കുറച്ചാൽ ഒരു പക്ഷേ ധാന്യം കൂടുതൽ ലാഭം ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ രാസവളങ്ങൾ വേണം. അപ്പൊ കൂടുതൽ നൈട്രസ് ഓക്സൈഡ് ആണ് അപ്പൊ കൂടുതലായി പുറത്തേക്ക് വരാൻ പോകുന്നത്. തീർച്ചയായും ഞാൻ പറയുന്നത് നൈട്രസ് ഓക്സൈഡും മീഥൈനും വലിയ തോതിൽ പുറത്തേക്ക് വരും. നമ്മളെ ഇവിടെ കാർബൺ കുറയ്ക്കുമ്പോൾ അവിടെ നൈട്രസ് ഓക്സൈഡും മീഥൈനും പുറത്തേക്ക് വരും. നമ്മൾ ഇതിനൊരു ബാലൻസ് വേണം. ഇതിപ്പോൾ ഒരു ഗവൺമെന്റിന്റെ പ്രശ്നമല്ല, ഒരു ബാലൻസ് ആണ് ഇതിൽ വേണ്ടത്. ആ ബാലൻസ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ വിഷയം, നമ്മൾ സെൽഫ് റിലയൻ്റ് ആവണം. പക്ഷെ ആദ്യം സെൽഫ് റിലയൻ്റ് ആവേണ്ടത് ഭക്ഷണത്തിലാണ് എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ പോലൊരു രാജ്യം തകർന്നു പോയതിൻ്റെ കാരണം നമുക്കിന്നറിയാം. ഭക്ഷണം വേണ്ടപ്പെട്ട സമയത്ത് കിട്ടാതില്ല. ആളുകൾ ഈ അപ്പത്തിന് വേണ്ടി ക്യൂ നിന്നതിൻ്റെ ഫലമാണ് അവിടെ ആളുകൾ, പോളണ്ടും സോവിയറ്റ് യൂണിയനും ചെക്കോസ്ലോവാക്യയും ഒക്കെ പൊളിഞ്ഞു പോയത്. അത് ഭക്ഷ്യദാരിദ്ര്യം, ഭക്ഷ്യക്ഷാമത്തിന് വന്നാൽ അത് ഒരു രാജ്യത്തെ ഏത് പാർട്ടി ഭരിച്ചാലും അത് പറ്റില്ല. അതുകൊണ്ട് ഇത് കരിമ്പ് കൃഷി ചെയ്യുന്നവന് എന്തോ ചില നേട്ടമുണ്ടാവും, ഇല്ലാന്നും ഞാൻ പറയുന്നില്ല. ഒരുപാട് പേർക്ക് നേട്ടമുണ്ടാവില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അവിടെയും എൻ്റെ പ്രയോറിറ്റി ദ ലോവസ്റ്റ് സ്ട്രാറ്റ ഓഫ് ദ സൊസൈറ്റിയാണ്. സമൂഹത്തിൽ ഏറ്റവും താഴെ നിൽക്കുന്നവരാണ് എൻ്റെ. കാരണം ഗവൺമെൻറ് പ്രയോറിറ്റി അതാവണം. ഗവൺമെൻറ് പ്രയോറിറ്റി ഫോറിൻ എക്സ്ചേഞ്ച് കൊണ്ട് ലാഭം ഉണ്ടാക്കുന്ന കോർപ്പറേറ്റുകളല്ല അവരിത്. മറിച്ച് ഗവൺമെൻറ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആരെയാണ്? ഏറ്റവും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഏറ്റവും താഴെ നിൽക്കുന്ന ആളെയാണ്. അവർക്കാണ് ഗവൺമെൻറ് കൊടുക്കേണ്ടത്, അല്ലാണ്ട് മറ്റവർക്ക് റേഷൻ വേണ്ട. ഇപ്പോൾ FCIയിൽ ധാന്യശേഖരം ഇല്ലാതായാൽ, ബഫർ സ്റ്റോക്ക് ഇല്ലാതായാൽ, അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക് അതിനേക്കാൾ കൂടിയ വിലയ്ക്ക് കർഷകർ ഈ അടയ്ക്കുന്ന, ഇപ്പം എന്താ FCIക്ക് അടയ്ക്കുന്നത്? കാരണം അവർക്ക് ഏറ്റവും നല്ല വില കിട്ടുന്നത് ഇപ്പോൾ മണ്ടിയാണെങ്കിലും, നമ്മൾ കർഷക സംഘമൊക്കെ ഓർമ്മയുണ്ട്, മണ്ടിയാണെങ്കിലും അവർക്ക് നല്ല വില കിട്ടുന്ന അവിടെയാണ്. പക്ഷെ അതിനേക്കാൾ വലിയ വിലയാണെങ്കിലോ ഈ കർഷക ബില്ല് കൊണ്ടുവന്നപ്പോൾ കർഷക സംഘടനകൾ എത്ര ശക്തമായ സമരം നടത്തി. ആ ബില്ല് സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നില്ലേ? അതിൽ കർഷക സംഘടനകൾ ഉന്നയിച്ച ഒരു പ്രധാന കാര്യം ഇതാണ്. ഇതിൻ്റെ ഒരു കോർപ്പറേറ്റ് വൽക്കരണമാണ്. ആ കോർപ്പറേറ്റ് വന്നാൽ കർഷകർ പോലും ഇവർക്കേ കൊടുക്കുള്ളൂ അരി, അല്ലെങ്കിൽ ഗോതമ്പ്, അല്ലെങ്കിൽ ചോളം. കാരണം എന്താ? ഇവർക്ക് കൊടുത്താൽ ഇവർ മറ്റവരുടെ ഇരട്ടി വില കൊടുക്കും. അപ്പോൾ കോമ്പറ്റീറ്റീവ് ഇൻ ദ മാർക്കറ്റ്. പക്ഷേ പാവപ്പെട്ട മനുഷ്യൻ കോമ്പറ്റീറ്റീവ് അല്ല സുഹൃത്തുക്കളെ. അതാണ് പ്രശ്നം. കോമ്പറ്റീറ്റീവ് അല്ല പാവപ്പെട്ട മനുഷ്യൻ. അവൻ പ്രൊട്ടക്ഷൻ വേണ്ട ആളാണ്. അതാണ് ഗാന്ധി അങ്ങനെ തന്നെ പറയുന്നത്. ഏറ്റവും ലോവസ്റ്റായ ആളുടെ പ്രൊട്ടക്ഷൻ, അതെന്തെങ്കിലും എറിഞ്ഞു കൊടുക്കലല്ല. അവർ ഈ രാജ്യത്തെ പൗരന്മാരാണ്. അവർക്ക് പ്രൊട്ടക്ഷൻ ഇല്ലാതെ വന്നാൽ അത് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നാശത്തിലേക്ക് നയിക്കും. ഇനിയിപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ രണ്ടുപേര് പറഞ്ഞു അതിൻ്റെ വിദഗ്ധർ, ഞാൻ അത്ര വിദഗ്ധനൊന്നുമല്ല, എനിക്ക് വണ്ടിയില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ പെട്രോളിൻ്റെ ഇത് കുറയുന്നു, കലോറിഫിക് വാല്യൂ കുറയുന്നു. അതിൻ്റെ ഫലമായി
മൈലേജ് കുറയുന്നു. പക്ഷെ പെട്രോളിൻ്റെ വിലയിൽ 1 രൂപ കുറഞ്ഞു ശ്രീജ, 1 രൂപ കുറഞ്ഞില്ലല്ലോ, കൂടല്ലേ ഇത്? 1 രൂപ കുറഞ്ഞു. 5% 20% ആക്കിയാലും കുറയില്ല. അവിടെയാണ് കളി, അവിടെയാണ് ഇതിൻ്റെ അടുത്ത കളി വരുന്നത്. കാരണം എന്താ, പെട്രോളിൻ്റെ വില കുറയണ്ടേ? എൻ്റെ മൈലേജ് കുറഞ്ഞാലെങ്കിലും എനിക്ക് എൻ്റെ പെട്രോളിൻ്റെ വില കുറഞ്ഞ് കിട്ടണ്ടേ? മൈലേജ് കുറയുമ്പോൾ ഞാൻ അടിക്കുന്നപ്പോൾ 15 കിലോമീറ്റർ കിടന്ന് 12 ആയാൽ എനിക്ക് ഞാൻ അത്രയും കൂടുതൽ അടിക്കണ്ടേ? അപ്പോൾ അത് കുറയില്ല, അതിലൊന്നും കുറയ്ക്കില്ല, ഇതിൻ്റെ ടാക്സ് കുറയ്ക്കില്ല, ഒന്നും കുറയ്ക്കില്ല. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഇത് 20% ആയി എന്ന് പറയുകയാണ്. അതും ഈ പറഞ്ഞതുപോലെ 2023 മുമ്പുള്ള വെഹിക്കിൾസിന് അത് ഗുണമാണെന്നൊക്കെ ഏത് പറഞ്ഞാലും ഇപ്പം 2 വിദഗ്ധർ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന 2 ആളുകൾ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടിട്ടാണ്, ഞാനിപ്പോൾ അതിൽ വിദഗ്ധനൊന്നുമല്ല അല്ലേനും. പക്ഷെ ഞാൻ കാർബൺ എമിഷനിൽ വിദഗ്ധനാണ്. കാർബൺ എമിഷന്റെ കാര്യത്തിൽ ഞാൻ ഉറപ്പായി പറയുന്നു, വ്യാവസായിക അടിസ്ഥാനത്തിൽ രാസവളം ഉപയോഗിച്ച് വലിയ തോതിൽ ഇതിനു വേണ്ടി ധാന്യം ഉൽപ്പാദിപ്പിച്ചാൽ, കാരണം ധാന്യം ഉൽപ്പാദിപ്പിക്കണമല്ലോ, ഇപ്പോഴുള്ള 35.4 കോടി ടണ്ണിൽ നിന്ന് 48 ആക്കണം 2050 ആകുമ്പോഴേക്കും. എന്തിന്? എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ. അതുപോരാ, അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു ഇരട്ടി കൂടി ഉണ്ടാക്കണം. അപ്പോൾ എവിടെ ഉണ്ടാക്കും ഇത്? അപ്പോൾ വനം, ജൈവവൈവിധ്യം, വെള്ളം, വരൾച്ച, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറയുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ സയൻസാണ് പറഞ്ഞത്. ഈ സയൻസിന് അദ്ദേഹം ഇതിനെക്കുറിച്ചൊന്നും മറുപടി പറഞ്ഞില്ലല്ലോ. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് അദ്ദേഹം മിണ്ടിയില്ലല്ലോ. ക്ലൈമറ്റ് ചേഞ്ച് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കൃഷിയല്ലേ? കാർഷികോൽപ്പന്നത്തിൽ കുറവുണ്ടാകുന്നു എന്നുള്ളത് ലോകം അറിയുന്ന ഒരു കാര്യമാണ്. ലോകത്ത് പല രാജ്യങ്ങളിലും കാർഷികോൽപ്പന്നങ്ങളിൽ കുറവുണ്ടാകുന്നുണ്ട്, കാരണം ക്ലൈമറ്റ് ചേഞ്ച് ചെയ്താൽ മാത്രമല്ല. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റിയുടെ വിഷയം, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സെൽഫ് റിലയൻസ് വേണം. ആദ്യം വേണ്ട സെൽഫ് റിലയൻസ് ഫുഡിലാണ്, ഭക്ഷണത്തിലാണ്. പട്ടിണി മാറില്ല, മറ്റതൊക്കെ നമുക്ക് ഉണ്ടാവാം. വിദേശ നാണ്യം, നമ്മൾ വിദേശ നാണ്യം കൊടുത്ത് ധാന്യം അങ്ങനെ പ്രശ്നം വരും. ഭക്ഷണത്തിൽ തന്നെയാണ് ആദ്യത്തെ പരിഗണന വേണ്ടത്. അക്കാര്യത്തിൽ എനിക്കും അങ്ങേക്കും യാതൊരു വിരുദ്ധാഭിപ്രായവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിൽ നിന്ന് വന്ന ഒരു വാർത്ത ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അത് ദൈനിക് ഭാസ്കർ നടത്തിയ ഒരു അന്വേഷണമായിരുന്നു. 1160 കോടിയുടെ ഒരു തട്ടിപ്പ്. അത് എഥനോൾ കമ്പനികൾക്ക്, എഥനോൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് സാധാരണക്കാരായ ക്ഷാമബാധിതരായ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ വെച്ച അരി ഇല്ലീഗൽ സപ്ലൈ ചെയിൻ വഴി എഥനോൾ കമ്പനികൾക്ക് മറിച്ച് വിറ്റ് അത് ഒരു കറക്കം കറങ്ങി സർക്കാർ തന്നെ കൂടിയ വിലയ്ക്ക് ഈ അരി അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ വീണ്ടും അത് സർക്കാരിന് തന്നെ വിറ്റു എന്നതായിരുന്നു ആ വാർത്ത. ദൈനിക് ഭാസ്കറാണ് ഇത് പുറത്തുവിട്ടത്. അതായത് എഥനോൾ നിർമ്മാണ കമ്പനികളൊക്കെ അവരുടെ പണി തുടങ്ങിക്കഴിഞ്ഞു. 1160 കോടി രൂപയുടെ അഴിമതി കഥയാണ് മധ്യപ്രദേശിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു കാര്യങ്ങൾ. ഭക്ഷണം എന്ന് പറയുന്നതിനെ എടുത്ത്, ഭക്ഷണത്തിന് വേണ്ട ധാന്യം എടുത്ത് നമുക്ക് കൂടുതൽ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന ഒന്നിലേക്ക് ഒരു സാധ്യതയുണ്ടെന്ന് കണ്ടാൽ ഈ കമ്പനികൾ വെറുതെ ഇരിക്കുമോ? അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്. നമുക്ക് ഇത്ര ദോഷമായിട്ട് നിൽക്കാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കത് അവിടെ നടന്നത് ഒരു കറപ്ഷനാണ്, അവിടെ നടന്നത് ഒരു അഴിമതിയാണ്, അവിടെ നടന്നത് ക്രിമിനൽ കുറ്റകൃത്യമാണ്. ഒരു ക്രിമിനൽ കുറ്റം എടുത്തുകൊണ്ട് നമ്മൾ ഒരു നയത്തെ മുഴുവൻ ജനറലൈസ് ചെയ്യരുത്. ആ തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്ക് മതിയായിട്ടുള്ള ശിക്ഷ കൊടുക്കണം, അതിനെതിരെ നടപടി ഉണ്ടാവണം എന്നല്ലാതെ ഇങ്ങനൊരു സംഭവം നടന്നു അതുകൊണ്ട് ഈ പോളിസി മുഴുവൻ അബദ്ധമാണെന്നൊക്കെ നമ്മൾ ജനറലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത്രയും കാലം ഈ പറയുന്ന കർഷക നിയമങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് പോലും പറഞ്ഞത് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കാത്തതുകൊണ്ട് കർഷകർ ഉത്പാദിപ്പിക്കുന്ന ഈ ധാന്യങ്ങൾ ഉൾപ്പെടെ അവർക്ക് വലിയ നഷ്ടം ഉണ്ടാവുകയാണ്. പഞ്ചാബിലും ഹരിയാനയിലൊക്കെ കർഷകർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഗവൺമെന്റിന് എടുക്കാൻ തയ്യാറാവുന്നില്ല, വേണ്ടത്ര എന്താ പറയുക ഗവൺമെന്റിന്റെ പ്രൊക്യൂർമെന്റ് നടക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. നമ്മൾ സർപ്ലസ് ഗ്രെയിൻസ് ആണ് ഇതിനു വേണ്ടിയിട്ട് വകമാറ്റി വെക്കുന്നത്. അല്ലാണ്ട് ഈ പറയുന്ന ഫുഡ് ഗ്രെയിൻസിന്റെ ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാക്കുന്ന തരത്തിലേക്കല്ല ഈ എത്തനോൾ പോളിസി കൊണ്ടുവന്നിട്ടുള്ളത്. എത്തനോൾ പോളിസിയിൽ പറയുന്നത് എന്താണ്? സർപ്ലസ് ഗ്രെയിൻസ്, അതായത് ആദ്യം ഷുഗർ കെയിൻ മാത്രമായിരുന്നു, ഷുഗർ കെയിനിന് ശേഷം പിന്നീട് മെയ്സ് കൂടി ഉൾപ്പെടുത്തി, അതിനുശേഷം സർപ്ലസ് ഗ്രെയിൻസ്, അതായത് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര ഉപഭോഗത്തില് കവിഞ്ഞിട്ടുള്ളത് നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന. അവിടെ അതിന്റെ ലാഭം കണ്ട് ചില ആളുകൾ എന്തെങ്കിലും അഴിമതിയോ തിരിമറിയോ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ ആകെ നടക്കാൻ പോകുന്നതെന്ന് പറയുന്നതിൽ എന്താ അടിസ്ഥാനം? ഇവിടെ ഇപ്പൊ പരിസ്ഥിതിയെ സംബന്ധിച്ച് പറഞ്ഞു, UN റിപ്പോർട്ടിൽ പറയുന്ന ഈ ലോകം നേരിടുന്ന പരിസ്ഥിതിക്ക് ഏറ്റവും വലിയ അപകടം ഉയർത്തുന്ന സംഗതി എന്താണ്? അത് കാർബൺ എമിഷനാണ്. അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങൾക്കും കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസും നമ്മൾ ഈ കാർബൺ ക്രെഡിറ്റും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ 1000 ലക്ഷം മെട്രിക് ടൺ കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിന്റെ
പരിസ്ഥിതി അതിന്റെ പരിസ്ഥിതി മൂല്യത്തെ സംബന്ധിച്ച് നമുക്ക് ചർച്ചയില്ല. നോക്കൂ, എന്ത് നയം വന്നാലാണ് നമ്മൾ അതിന്റെ പരിസ്ഥിതി പ്രശ്നം പറയാത്തത്. ഇപ്പൊ അങ്ങ് ഇവിടെ പറഞ്ഞു EV-യിലേക്ക് മാറുന്നത് എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്ന്. EV-കള് സർക്കാർ EV-കളിൽ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇതേ പരിസ്ഥിതി പ്രവർത്തകർ എന്താ പറഞ്ഞിരുന്നത്? ഈ പറയുന്ന EV വരുന്നതുകൊണ്ട് പരിസ്ഥിതിക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല, കാരണം അതിന്റെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലിഥിയം പോലെയുള്ള സാധനങ്ങളാണ്. അങ്ങനെ ബാറ്ററിയുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ മൈനിങ് നടത്തേണ്ടി വരും. അങ്ങനെ മൈനിങ് നടത്തി കഴിഞ്ഞാൽ കൂടുതൽ വലിയ പരിസ്ഥിതി ആഘാതം ഉണ്ടാവും. അതായത് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി വേണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ ജലലഭ്യതയുടെ കാര്യം പറഞ്ഞു. എന്താണ് ഈ എത്തനോൾ പ്രൊഡക്ഷന്റെ ഈ പറയുന്ന വാട്ടർ കൺസംഷൻ? ഇവർ പറയുന്നത് വിർച്വൽ വാട്ടറിന്റെ കണക്കാണ്. അതായത് 1 കിലോ ഈ കരിമ്പ് ഉൽപ്പാദിപ്പിക്കാൻ 3000 ലിറ്റർ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടുള്ള വിർച്വൽ വാട്ടർ. അത് യഥാർത്ഥത്തിലുള്ള വെള്ളത്തിന്റെ ഉപയോഗമല്ല. ഒരു പ്രൊഡക്റ്റ് അതിന്റെ ആദ്യത്തെ ആരംഭം മുതൽ അതിന്റെ അവസാനം നമ്മൾ പാക്ഡ് ഉൽപ്പന്നമായിട്ട് അത് വിപണിയിൽ എത്തുന്നത് വരെ ആകെ ഉപയോഗിക്കപ്പെടുന്ന വെള്ളത്തിന്റെ കണക്കാണ്. ആ കണക്ക് എടുത്തിട്ട് നിങ്ങൾ അതിന്റെ ജലത്തിന്റെ ഉപയോഗം കൂട്ടില്ലാന്ന് പറഞ്ഞാൽ ഒരു സംഗതി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു കപ്പ് ചായ ഉണ്ടാക്കാൻ ആവശ്യമുള്ള വാട്ടർ കൺസംഷൻ എന്ന് പറയുന്നത് 150 ലിറ്റർ ആണ്. എന്താ പറയുക, 1 കിലോ ചിക്കന്റെ ഈ പറയുന്ന വിർച്വൽ വാട്ടർ കൺസംഷൻ എന്ന് പറയുന്നത് 4000 ലിറ്റർ ആണ്. 1 കിലോ ബീഫ് അതിന്റെ വിർച്വൽ വാട്ടർ കൺസംഷൻ എന്ന് പറയുന്നത് 3000 ലിറ്റർ ആണ്. ഇങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് നിരോധിക്കാൻ പറ്റും. ഇതൊക്കെ വലിയ ദൗർബല്യം ഉണ്ടാക്കുന്ന സംഗതികളാണ്. അതുകൊണ്ട് ഇതൊന്നും ഉപയോഗിക്കരുതെന്ന് പറയാൻ സാധിക്കുമോ? അടിസ്ഥാനപരമായിട്ട് ഒരേ സമയത്ത് നമുക്ക് ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി കുറയ്ക്കാൻ സാധിക്കുന്നു, നമ്മുടെ വിദേശ നാണ്യത്തിന്റെ നിക്ഷേപത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നു, നമുക്ക് കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു, അത് നമ്മുടെ പരിസ്ഥിതിക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാക്കുന്നു. ആ പദ്ധതി വരുന്ന സമയത്ത് ഹോളിസ്റ്റിക് ആയിട്ട് അതിന്റെ ഗുണം എന്താന്ന് നോക്കാതെ നിങ്ങൾ അതിൽ എക്സെപ്ഷൻസ് എടുത്തുകൊണ്ട് അതിനെ വിമർശിക്കുന്നത് ശരിയല്ല. അങ്ങനെ വിമർശിക്കുന്നില്ല. നമുക്ക് ആത്യന്തികമായി നമുക്ക് ഒരു സുസ്ഥിരമായ പദ്ധതികൾ തന്നെയാണ് നമുക്ക് വേണ്ടത്, സുസ്ഥിരമായ പ്ലാനുകൾ തന്നെയാണ് വേണ്ടത്. അതിലൊന്നും ഒരു സംശയവും ശങ്കു. പക്ഷേ ആ ട്രാൻസിഷന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അതിന് ഒരു സ്മൂത്ത് ട്രാൻസിഷൻ അല്ലേ വേണ്ടിയിരുന്നത്? ഇങ്ങനെ എടുത്ത് ചാടി പെട്ടെന്നൊരു മാറ്റത്തിലേക്ക് പോകുമ്പോഴല്ലേ ഈ പ്രശ്നത്തെ കുറിച്ച് ഇവരെല്ലാവരും പറയുന്നത്. ട്രാൻസിഷന്റെ കാര്യം ഞാൻ ശ്രീജയോട് ചോദിക്കാം. ശ്രീജ പറഞ്ഞു നിങ്ങൾ വാർത്തയൊക്കെ അവതരിപ്പിക്കുന്ന ആളായതുകൊണ്ട് നിങ്ങൾക്ക് E20യെ പറ്റി അറിയാം, പക്ഷെ നിങ്ങളുടെ വീട്ടുകാർക്കോ സാധാരണ മനുഷ്യർക്കോ ഇതിനെപ്പറ്റി അറിയില്ലെന്ന് പറഞ്ഞു. ആർക്ക് ഉത്തരവാദിത്തമായിരുന്നു ജനങ്ങളെ അറിയിക്കേണ്ടത്? നിങ്ങൾ മാധ്യമങ്ങൾ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം നടത്തി, നിരുത്തരവാദിത്തപരമായിട്ടുള്ള മാധ്യമപ്രവർത്തനം നടത്തി. 2001 മുതൽ ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി, 2004 റോൾ ഔട്ട് ചെയ്തിട്ടുള്ള പദ്ധതി, 2013 ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തിട്ടുള്ള പദ്ധതി, 2014 മുതൽ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതി, E10 വാഹനങ്ങൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് 2021 നീതി ആയോഗ് റോഡ് മാപ്പ് പുറത്തിറക്കുകയും 2021 ഓഗസ്റ്റ് മാസത്തിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലെയുള്ള കമ്പനികൾ ഡെഡിക്കേറ്റഡ് എത്തനോൾ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ക്ഷണിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും വലിയ ഡെഡിക്കേറ്റഡ് എത്തനോൾ പ്ലാന്റുകൾക്ക് വേണ്ടിയിട്ട് വിദേശ നിക്ഷേപം ഉൾപ്പെടെ ഇന്ത്യയിൽ നടക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പബ്ലിക് സെക്ടർ ബാങ്കുകൾ 1 ലക്ഷം കോടി രൂപയുടെ ലോണുകൾ ഇൻവെസ്റ്റ്മെന്റ് ഈ രാജ്യത്ത് നടപ്പാക്കുകയും ചെയ്തിട്ടുള്ള ഒരു പദ്ധതി 5 കൊല്ലം കഴിഞ്ഞിട്ട് അതിന്റെ റിയലൈസേഷൻ സ്റ്റേജ് വരെയും സാധാരണ മനുഷ്യരുടെ വിവരത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് പണിയാണ് ഈ നാട്ടിൽ എടുത്തുകൊണ്ടിരുന്നത്? നിങ്ങൾ സ്വയം ആലോചിക്കണം. സർക്കാരിന്റെ ട്രാൻസിഷന്റെ കുഴപ്പമല്ല, ശരിയായിട്ടുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പകരം സെൻസേഷനലിസത്തിന്റെ മുകളിൽ നിങ്ങൾ ചുറ്റി തിരിഞ്ഞുകൊണ്ടാണ് ഈ ഉത്തരവാദിത്വം ഉണ്ടായത്. മൂന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, ഈ പറയുന്ന ഈ വിലവർധനയുടെ കാര്യം പറഞ്ഞു. ഇപ്പോഴാണോ ഇതിന്റെ വിലവർധന ഉണ്ടാവുക? ഇത് അദ്ദേഹത്തിന് അറിയാതെയൊന്നുമല്ല. ഇപ്പൊ നമ്മൾ ഈ മെയ്സ് ബേസ്ഡ് എത്തനോൾ എന്താ പറയുക പെട്രോളിയം നമ്മളിപ്പോ പ്രൊക്യൂർ ചെയ്ത് കർഷകരെടുത്തും പ്രൊക്യൂർ ചെയ്യുന്നത് 71 രൂപയ്ക്കാണ്. 71 രൂപയ്ക്ക് എടുക്കുന്ന പെട്രോൾ ഇതിന്റെ GST മറ്റു സംഗതികൾ വരുമ്പോൾ നോർമൽ പെട്രോൾ ഇതിന്റെ റേറ്റിലേക്ക് തന്നെ വരും. ഇതിന്റെ ഗുണം കിട്ടുക എപ്പോഴാണ്? അതായത് നാളെ ക്രൂഡ് ഓയിലിന്റെ വില വല്ലാതെ വർദ്ധിക്കുകയും അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണയുടെ വില കണക്കില്ലാതെ കുതിക്കുകയും ചെയ്താൽ നമുക്കിവിടെ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ എത്തനോൾ കൺസപ്ഷൻ കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള വ്യത്യാസം ആലോചിച്ച് നോക്കൂ. 10 വർഷത്തിനിടയ്ക്ക് പാകിസ്ഥാനിലെ പെട്രോളിന്റെ റേറ്റ് 48% വർദ്ധിച്ചു, ബംഗ്ലാദേശിൽ 45% വർദ്ധിച്ചു, നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ശ്രീലങ്കയിൽ 36% വർദ്ധിച്ചു, ജർമ്മനിയിൽ 20% വർദ്ധിച്ചു, ഇറ്റലിയിൽ 18% വർദ്ധിച്ചു. ലോകത്തിന്റെ എല്ലായിടത്തും നടത്തിയിട്ടുള്ള പെട്രോളിന്റെ വില വർധന നോക്കൂ. ഇന്ത്യയിൽ പക്ഷെ 5% വർധനവേ ഉണ്ടായിട്ടുള്ളൂ. 2022 92 രൂപയിൽ നിന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഇവിടെ 105 നിർത്താൻ പറ്റിയിട്ടുള്ളത് നമ്മൾ എത്തനോളിനെ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ്. അപ്പൊ ഇത് ഗ്രാജുവൽ ആയിട്ട് ഉണ്ടാവുന്ന പ്രൈസ് റെഗുലറൈസേഷൻ ആണ്. നമ്മൾ എന്താ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്? നമ്മുടെ ഇന്ത്യൻ വിപണിയിലുള്ള ആകെ പെട്രോളിന്റെ 20% ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാവുമ്പോൾ മൊത്തം സ്റ്റോക്കിന്റെ 1/5 ഭാഗം ഡൊമസ്റ്റിക്
ഡൊമസ്റ്റിക് പ്രൊഡക്ഷനായി മാറുകയാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര വിപണിയിലെ സാഹചര്യങ്ങളും പെട്ടെന്നുള്ള യുദ്ധങ്ങളും എല്ലാം പെട്രോളിയം പോലെയുള്ള സംഗതികളുടെ പ്രൈസ് ഫ്ലക്ച്വേഷൻ നടത്താതെ നമുക്ക് ആഭ്യന്തരമായിട്ടൊരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഗുണഭോക്താവാണ് നാം ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും. ഇത്തരം വസ്തുതകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വളരെ ദുരുപദിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത്. അതിന്റെ പിന്നിൽ പരിസ്ഥിതി സ്നേഹമല്ല ഉള്ളത്, ഇത് കേന്ദ്ര സർക്കാർ വിരുദ്ധതയാണ്. ഇതിന് മറ്റൊരു പദ്ധതിയിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ, ഈ പറയുന്ന EV-യിലേക്ക് മാറിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സസ്റ്റൈനബിൾ ഫ്യൂളിലേക്ക് മാറിക്കഴിഞ്ഞാൽ അന്ന് അതുണ്ടാക്കുന്ന മറ്റ് ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടുള്ള ചർച്ചകളായിരിക്കും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. ശരി. ഇപ്പോ നമ്മളോടൊപ്പം റോയൽ ഡ്രൈവ് എന്ന കേരളത്തിൽ ഒട്ടാകെയുള്ള പ്രീമിയം പ്രീ ഓൺഡ് കാറുകളുടെ ഷോറൂമിന്റെ MD ശ്രീ മുജീബ് റഹ്മാൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ മുജീബ്, ഇപ്പോൾ ഒരുപക്ഷെ ഈ നിലവിലെ പ്രതിസന്ധി അല്ലെങ്കിൽ നിലവിലെ ആശങ്കകളൊക്കെ ഏറ്റവും ബാധിക്കാൻ പോകുന്ന ഒരു ബിസിനസ് ഏരിയ ആയിരിക്കും പ്രീ ഓൺഡ് കാറുകൾ എന്നത്. അത് താങ്കളുടെ സ്ഥാപനം ഉൾപ്പെടെയുള്ളവർ അത് പ്രീമിയം കാറുകൾ ആയതുകൊണ്ട് അത്ര കണ്ട് ബാധിക്കില്ലായിരിക്കും. ഒരുപക്ഷെ അധികവും ഡീസൽ ഉപയോഗിക്കുന്ന കാറുകളൊക്കെ ആയതുകൊണ്ട്. പക്ഷേ താഴെത്തട്ടിൽ ഇന്ത്യയിൽ വളരെ സജീവമായ ഈ പ്രീ ഓൺഡ് കാർ വിപണിയെയൊക്കെ ഇതെങ്ങനെയാണ് നിലവിൽ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടോ, ഈ ആശങ്കകളും വാർത്തകളും ഒക്കെ? തീർച്ചയായും ഇതില് ആദ്യം ഇതിന്റെ ആശങ്ക ഇല്ലാതാക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതില് തീർച്ചയായിട്ടും എല്ലാ എഫക്റ്റുകൾക്കും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ഇപ്പൊ എൻ്റെ മുന്നേ സംസാരിച്ച എല്ലാവരും അതിനെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചു. പക്ഷെ എൻ്റെ യൂസർ ആരാണ്, അവർക്ക് എന്ത് ബുദ്ധിമുട്ട് എന്നുള്ളിടത്ത് ചർച്ച വന്ന് അതിനുള്ളൊരു പരിഹാരവും സ്ട്രാറ്റജിയും ഉണ്ടാക്കുന്നിടത്താണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പോംവഴി. എന്ത് പുതിയ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ നമ്മളുടെ പെട്രോളുകളിൽ വന്ന മാറ്റം ഇത് ആദ്യമായിട്ടല്ല, പല സമയങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സാധാരണക്കാരായ ഒരുപാട് പഴയ വണ്ടികൾ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ള അത്തരം ആളുകളെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. അപ്പൊ ഈ എത്തനോൾ ചേർന്നത് കൊണ്ട് വാഹനത്തിന് വരുന്ന കേടുപാടുകളെ പരിഹരിക്കാൻ വേണ്ടി ഒരേ സമയം സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതേപോലെ മാനുഫാക്ചറർ ഭാഗത്തുനിന്നും ഒരു സപ്പോർട്ട് കിട്ടിയാൽ ഇത് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പല കമ്പോണന്റും സർവീസ് ഇവർക്ക് മാനുഫാക്ചർക്ക് വാഹനം തിരിച്ചു വിളിച്ചുകൊണ്ട് ആ പാർട്സ് ഏതാണെന്ന് അവർക്കാണ് യഥാർത്ഥത്തിൽ അറിയുള്ളൂ. അത്തരം പാർട്സുകളെ മാറ്റി പുതിയ പാർട്സുകൾ നൽകുകയും അതേപോലെ ഈ എത്തനോൾ ചേർക്കുന്നത് കൊണ്ട് ഒരു പ്രൈസിലുള്ള ഡ്രോപ്പ് ഇതിന് എൻഡ് യൂസർക്ക് ലഭിക്കുകയും ചെയ്താൽ ഈ രണ്ട് ഭാഗം ക്ലിയർ ആക്കുന്നതോടുകൂടി ഈ വിഷയങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും പരിഹാരമാകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് ആളുകൾക്ക് ഭയങ്കരമായ ആശങ്കയുണ്ട്, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാരായ ആളുകൾക്ക്. അപ്പൊ ഇതിന് പോംവഴികൾ എന്ന് പറയുന്നത് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് പോംവഴി. അത് എക്സ്പെൻസീവ് ആണ്. ആ എക്സ്പെൻസുകളെ ആർക്ക് വേണ്ടി അവർ ആ എക്സ്പെൻസ് സ്പെൻഡ് ചെയ്യണം? ഈ പെട്രോൾ അടിച്ചത് കൊണ്ട് ആ എക്സ്പെൻസ് സാധാരണക്കാരൻ വഹിക്കുന്നതിന് ആരാണ് ഉത്തരവാദി എന്നുള്ളതിന്റെ ഉത്തരം നോക്കി, അല്ലെങ്കിൽ ആർക്കാണ് ഇതിന്റെ ബെനിഫിറ്റ് രാജ്യത്തിന് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ രാജ്യത്തിന് ബെനിഫിറ്റ് കിട്ടുന്നതോടുകൂടി ഇവിടുത്തെ പൗരന്മാർക്കും അത് ഷെയർ ചെയ്യുന്ന അവസ്ഥയിൽ പെട്രോളിന്റെ വില കുറയ്ക്കുകയും മാനുഫാക്ചേഴ്സിനെ കൊണ്ട് ഇത് കാരണം ബുദ്ധിമുട്ട് വരുന്ന പാർട്സുകളെ റീപ്ലേസ് ചെയ്ത് പകരം ഇതിന് അഡാപ്റ്റീവ് ആയിട്ടുള്ള പാർട്സുകളെ കൊടുക്കാനുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നാൽ വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായും വളരെ ക്രിയാത്മകമായ ഒരു നിർദ്ദേശമാണത്. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ശ്രീ KG ദിലീപ് കുമാർ, ശ്രീ മുജീബ് പറഞ്ഞതിൽ വളരെ പ്രസക്തമായ ഒരു പോയിന്റ് ഉണ്ട്. ആളുകളുടെ കൺസേൺ അവനവന്റെ ജീവിതത്തിൽ വരുന്ന മാറ്റമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടായാൽ ഒരു പക്ഷെ ആളുകൾക്ക് ഒരു വലിയ പ്രശ്നമില്ലാതെ ഈ പ്രതിസന്ധിയെ അല്ലെങ്കിൽ ഈ മാറ്റത്തെ കൈകാര്യം ചെയ്യാൻ പറ്റിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ അപ്പോഴും മറ്റു ചില ആശങ്കകൾ, അത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. ഈ എഞ്ചിൻ തകരാറ്, ഇങ്ങനെ പെട്രോൾ മാറി ഉപയോഗിച്ചത് കൊണ്ടുള്ള എഞ്ചിൻ തകരാറ് വന്നാൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടില്ല. അങ്ങനെയുള്ള ചില ആശങ്കകൾ കൂടി ആളുകൾക്കുണ്ട്. സാധാരണ മനുഷ്യന്മാരുടെ ആശങ്കകളാണ്. ഇപ്പോൾ ഈ ഇടവേളയിൽ എന്നോട് എൻ്റെ തൊട്ടടുത്ത് നിന്ന് ക്യാമറാമാൻ ചോദിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന E20 പെട്രോൾ ആണോ എന്ന്. അത് അവർക്കും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അത് അറിയുന്നുണ്ടാവില്ല. ശംഖു പറയുന്നത് ഞങ്ങളുടെ കുഴപ്പമാണെന്ന്. ശരി, ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു. നമ്മളൊന്നും അത് അറിയാതെ പോയത് ഞങ്ങളുടെ കൂടെ കുഴപ്പമായിരിക്കും. പക്ഷേ സാധാരണക്കാർ ഇതേപ്പറ്റി അജ്ഞരാണെന്നതിൽ സംശയമില്ല. മൈലേജ് കുറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ എന്നും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈക്കിന് കാര്യമായ കേട് വന്നതായിരിക്കും അയാളുടെ ജീവിതത്തിൽ വന്ന മാറ്റം. ഈ ഫ്യൂവൽ സിസ്റ്റം ക്ലീനറൊക്കെ ഉപയോഗിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം സാധാരണക്കാരന് പ്രാപ്യമായ ഓപ്ഷൻസ് ആണ്?
അല്ല, അതിനകത്ത് വളരെ കറക്റ്റ്. പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ഡീസലിൽ മണ്ണെണ്ണ ചേർക്കുന്ന പിടിക്കാൻ പോവാറുണ്ട്. സ്റ്റാൻഡുകളിലൊക്കെ പോയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സർക്കാർ തന്നെ അങ്ങനത്തെ ഒരു മിക്സിങ് അതിനകത്ത് വരുന്നു. അതിന് ചില നല്ല ഉദ്ദേശങ്ങളുണ്ട്, പക്ഷെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇപ്പൊ ഈ 100 പെട്രോൾ നമുക്കിവിടെ മാർക്കറ്റിൽ ലഭ്യമാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ഓയിലിന്റെ XP100 ആണ് അത് ലഭ്യമാണ്. അതിനായിട്ട് 168 രൂപയാണ് വില. മറ്റു പെട്രോളിനെ അപേക്ഷിച്ച് ഒരു 50 രൂപ കൂടുതലാണ്. എനിക്കിപ്പോ ഈ എഥനോൾ വേണ്ട, അല്ലെങ്കിൽ അതിനൊരു കംപ്ലൈന്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഓപ്ഷൻ വേണമെങ്കിൽ 1/3 കാശ് ഞാൻ കൂടുതൽ കൊടുക്കണം. അതൊരു പ്രശ്നമാണ്. കാരണം സാധാരണ ഒരു പെട്രോളിന് 110 രൂപയുള്ള സമയത്താണ് നമ്മൾ 167 രൂപ കൊടുക്കേണ്ടി വരുന്നത്. അത് സാധാരണക്കാരനെ സംബന്ധിച്ച് താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. രണ്ടാമത്തെ സംഗതി, നമുക്കൊരു ഇപ്പോ 1.9 ലക്ഷം കോടി രൂപ ഇതുകൊണ്ട് ഗവൺമെന്റിനെ ലാഭിക്കാമോ, അതിനകത്ത് 1.6 ലക്ഷം കോടി രൂപ കർഷകർക്ക് കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ 45 രൂപ മുതൽ 62 രൂപ വരെയാണ് എഥനോളിന്റെ ഒരു കർഷകർക്ക് കിട്ടുന്നത്. പിന്നെ അതിന്റെ മുകളിൽ ടാക്സൊക്കെ കൂടിയിട്ടാണ് ഈ എമൗണ്ട് വരുന്നത്. പക്ഷെ ഈ കിട്ടുന്ന ക്യാഷിൽ ഒരു പൈസ പോലും ഈ വാഹനത്തിന്റെ മൈലേജ് കുറയുന്ന വാഹന ഉടമയ്ക്ക് കിട്ടുന്നില്ല. തീർച്ചയായിട്ടും അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ വില കുറച്ച് കൊടുക്കേണ്ടതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ അവന് സാധാരണ പെട്രോൾ അടിക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കേണ്ടതുണ്ട്. മറ്റ് അഡിറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഈ പറയുന്നവര് പെർമനന്റ് ആയിട്ടുള്ള ഒരു ഡാമേജ് അല്ല അതിനകത്ത് പ്രശ്നം. ഒന്ന് അതിന്റെ മൈലേജ് ആണ്, രണ്ട് അതിന്റെ സ്റ്റാർട്ടിങ് പ്രശ്നങ്ങളാണ്. പഴയ വാഹനങ്ങൾ, പ്രത്യേകിച്ച് 2017 മുമ്പുള്ള വാഹനങ്ങളാണ് കൂടുതൽ പ്രശ്നങ്ങൾ. ആ വാഹനങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ മാതിരി തന്നെ കമ്പനി തന്നെ അതിന് റീപ്ലേസ്മെന്റ് കൊടുക്കണം. ഇൻഷുറൻസിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സിയാമും ഇൻഷുറൻസ് കമ്പനികളൊക്കെ ആ കാര്യത്തില് ആ തരത്തില് ഫ്യൂവൽ ഉപയോഗിച്ചാൽ അതുകൊണ്ട് ഇൻഷുറൻസ് വോയിഡ് ആവില്ല എന്നുള്ള തരത്തിൽ, വാറന്റി വോയിഡ് ആവില്ല എന്നൊക്കെ ഉള്ള പത്രപ്രസ്താവനകളും കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ വലിയ പ്രശ്നമില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഈ പറയുന്ന എൻഡ് യൂസർ എന്നുള്ള നിലയിൽ വാഹന ഉടമയ്ക്ക് വരുന്ന നഷ്ടം അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും. രണ്ടാമത്തെ സംഗതി, അയാൾക്ക് അതിന് താല്പര്യമില്ലെങ്കിൽ ആ എഥനോൾ അല്ലാത്ത പെട്രോൾ കിട്ടാനുള്ളൊരു സൗകര്യം വേണം. ഇപ്പൊ നമ്മളിപ്പോ അടുത്ത ഈ 85 ഫ്യൂവൽ വരുന്നത് 2026 500 പമ്പിലും 2027 5000 പമ്പിലുമാണ്. പക്ഷെ എന്റെ ഒരു അറിവനുസരിച്ച് ആസോൺതൂടെ ഒരു വാഹനം മാത്രമേ ഇന്ത്യയിൽ വിറ്റിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതായത് ആൾക്കാർക്ക് ഒരു ഓപ്ഷനാണ്, വേണമെങ്കിൽ വാങ്ങിയാൽ മതി. ഇതൊരു ഓപ്ഷൻ ഇല്ലാതെ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ്, വരുന്ന ബുദ്ധിമുട്ടുകൾ, ഈ പറഞ്ഞ ആഡ് ഓൺ സംഗതികളൊന്നും ഇതിനൊന്നും തൂക്കം കൂടുതലാണ്. ഇപ്പൊ പണ്ട് കാലത്ത് പെട്രോൾ വരുന്ന സമയത്ത് നമുക്കത് ക്ലോസ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഫ്ലഡഡ് ആയിട്ട് കാർബറേറ്റർ ഫ്ലഡഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് ഡ്രൈവ് ചെയ്യാനൊരു ഓപ്ഷൻ. ഇപ്പൊ അതില്ല, ഇപ്പൊ പെട്രോൾ ഇഞ്ചക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഓപ്ഷനുകളൊന്നും അതിനകത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ വെള്ളത്തിന്റെ അംശം കൂടുതൽ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ്. അതിനകത്ത് മറികടക്കാനുള്ള സാധാരണക്കാരനുള്ള ചില ബുദ്ധിമുട്ടുകളാണ് അതിന്റെ ഒരു കുഴപ്പം. അപ്പോൾ ഒന്ന് എക്കണോമി സൈഡാണ്, രണ്ട് അയാളുടെ മെയിൻ്റനൻസിന്റെ പ്രശ്നമാണ്. മറ്റ് കർഷകർക്ക് കിട്ടുന്ന ഒരു ഗുണത്തിന്റെ ഒരു പെർസെന്റേജെങ്കിലും വാഹന ഉടമകൾക്കും കൊടുക്കേണ്ടതുണ്ട്. അതൊരു തീർച്ചയായിട്ടും ന്യായമായ കാര്യമാണ്. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, ആ ഒരൊറ്റ പോയിന്റ് അങ്ങയിലേക്ക് ആ ഒരൊറ്റ പോയിന്റിൽ മറുപടി ചോദിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ നിലനിർത്തിയിരുന്നെങ്കിൽ, അതാണ് പലതവണ ഞാൻ ചോദിച്ച ഈ മാറ്റം ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പൊ നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ട പെട്രോൾ ഏതാണോ അത് സെലക്ട് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഈ വലിയ പരാതികൾക്കൊന്നും ഇടയിലായിരുന്നു. പുതിയ കോമ്പാറ്റബിൾ ആയ വാഹനങ്ങൾക്ക് E20 എടുക്കാം, അല്ലാത്ത വാഹനങ്ങൾക്ക് മറ്റേ പെട്രോൾ എടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചുകൊണ്ടായിരുന്നെങ്കിൽ ഈ ആരോപണങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനം ഉണ്ടാവില്ലായിരുന്നു, ഈ ആരോപണങ്ങൾ ഉയരില്ലായിരുന്നു. നമുക്ക് കഴിഞ്ഞ ദിവസം മിനിസ്ട്രി ഓഫ് പെട്രോളിയം പുറത്തിറക്കിയിട്ടുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസ് റിലീസിൽ ഈ ചോദ്യത്തിന് കൃത്യമായിട്ട് അവർ ഉത്തരം പറയുന്നുണ്ട്. അതായത് 1 ലക്ഷത്തോളം പെട്രോൾ പമ്പുകളിലേക്ക് നമ്മൾ പെട്രോൾ എത്തിക്കുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെക്കാനിസത്തിലൂടെയാണ്. സ്റ്റോക്കിന്റെയും അതിനോട് തന്നെ റിഫൈനിങ്ങിന്റെയും ലോജിസ്റ്റിക്സിന്റെയും ഒക്കെ ഉണ്ട്. ഒരേ സമയം നാഷണൽ വൈഡ് ആയിട്ട് 3 തരം പെട്രോളുകൾ സ്റ്റോക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്രായോഗികമാണ്. E5 പെട്രോളും E10 പെട്രോളും E20 പെട്രോളും ഒരേ സമയം നമുക്കൊരു നാഷണൽ ലെവലിൽ സ്റ്റോക്ക് ചെയ്യാൻ സാധിക്കില്ല. അത് ഒന്ന് കോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യും. നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ലാഭം എന്താണോ ആ ലാഭത്തെ പൂർണ്ണമായിട്ട് അത് ഇല്ലാതാക്കും. രണ്ട്, അതിന് ക്വാളിറ്റി ചെക്ക് നടത്താനുള്ള സാങ്കേതികമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ വരും. കാരണം 3 തരത്തിലുള്ള ക്വാളിറ്റി ചെക്കുകൾ നടത്തേണ്ടതായിട്ട് വരും. മൂന്നാമത്തെ കാര്യം, ഓൾറെഡി E20യിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ നിക്ഷേപം നടത്തി കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് സെക്ടർ ബാങ്കുകൾ 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഓൾറെഡി ഇതിൽ നടത്തി കഴിഞ്ഞു. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ വീണ്ടും E10ഉം E5ഉം നിലനിർത്തുകയാണെങ്കിൽ ഈ പറയുന്ന രാജ്യം നടത്തിയിട്ടുള്ള നിക്ഷേപം മുഴുവൻ വെറുതെയാവും. അപ്പൊ എന്താ വെച്ചാൽ ഇത് വളരെ ഗ്രാജുവലായി വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വന്നിട്ട് ഇപ്പൊ ബ്രസീലില് E27 ആണ് അവിടുത്തെ സ്റ്റാൻഡേർഡ് പെട്രോൾ. 20 വർഷം മുമ്പ് ആരംഭിച്ചിട്ടുള്ളതാണ് അവിടുത്തെ എത്തനോൾ ബ്ലെൻഡിങ്
ബ്ലെൻഡിംഗ് എന്ന് പറയുന്ന പ്രക്രിയ ഫോർറണ്ണർ ആണ്. അവിടെ E27 ആണ് സ്റ്റാൻഡേർഡ് പെട്രോൾ. US-ൽ E10 മുതൽ E85 വരെയുള്ള പെട്രോളുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ജപ്പാനിൽ ഇപ്പൊ E10 പെട്രോൾ ഫേസ് ആയിട്ട് റോൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ഇങ്ങനെ മാറുമ്പോൾ നമുക്ക് മാത്രം എന്താണ് ഈ പറയുന്ന പോലെ ക്രൂഡ് ഓയിലിൽ നിന്ന് ഉണ്ടാക്കുന്ന പെട്രോൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ, നമ്മുടെ രാജ്യത്ത് തന്നെ ഉത്പാദിപ്പിക്കപ്പെടുന്ന സസ്റ്റൈനബിൾ ആയിട്ടുള്ള സോഴ്സസിനെ ആശ്രയിക്കില്ല എന്നൊരു നിലപാടെടുക്കാൻ സാധിക്കില്ല. ഇത് വളരെ ഗ്രാജുവലായി വന്നിട്ടുള്ള മാറ്റമാണ്. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ മുജീബ് റഹ്മാൻ, ഒപ്പം ശ്രീ KG ദിലീപ് കുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒരുപാട് സംശയങ്ങൾ ആളുകൾക്കുണ്ട്. എന്തുകൊണ്ട് എൻ്റെ വണ്ടിയുടെ മൈലേജ് കുറയുന്നു, എൻ്റെ വണ്ടിക്ക് എന്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തകരാറ് വരുന്നു എന്നൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്ന സംശയങ്ങൾ. ഒരു പക്ഷേ അതിൻ്റെ ഒരു കാരണം E20 പെട്രോൾ, പെട്രോൾ പമ്പിൽ നിങ്ങൾ അടിക്കുന്ന പെട്രോൾ E20 പെട്രോൾ ആയതാവാം. എന്തായാലും അതൊരു യാഥാർത്ഥ്യമാണ്, ഇനിയൊരു തിരിച്ചുപോക്കില്ല. അപ്പോൾ നമ്മൾ അതിനോട് പൊരുത്തപ്പെടുക, പ്രശ്നങ്ങൾ അപ്പോൾ അഡ്രസ്സ് ചെയ്യുക. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക്, നമ്മുടെ പരിസ്ഥിതിക്കൊക്കെ ഗുണം ചെയ്യും എന്നതാണ് E20 പെട്രോളിനെ ന്യായീകരിക്കുന്നവരുടെ വാദം. സൂപ്പർ പ്രൈം ടൈം പൂർണ്ണമാവുന്നു. നമസ്കാരം.